നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. PM ശ്രീയിൽ CPIയുടെ ഉറച്ച നിലപാടിന് മുന്നിൽ ഒടുവിൽ CPMനും മുഖ്യമന്ത്രി പിണറായി വിജയനും വഴങ്ങേണ്ടി വന്നു. സമീപകാലത്ത് നഷ്ടമായ ഇടതുപക്ഷത്തെ തിരുത്തൽ ശക്തി എന്ന പേര് ഒരു പരിധിവരെ തിരിച്ചുപിടിക്കാൻ CPIക്കായി. എന്താവും അതിനുള്ള കാരണം? ഒന്നാമത്തെ കാരണം വിഷയത്തിൽ ധാർമ്മികതയും ഇടതു നയത്തിൻ്റെ ഒത്ത നിലപാടും CPIയുടേതായിരുന്നു എന്നത് തന്നെയാണ്. മന്ത്രിസഭയിൽ എതിർപ്പുയർത്തിയ CPI മന്ത്രിമാരെ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞു പറ്റിച്ച് കരാറിൽ ഒപ്പിട്ടു എന്നതാണ് രണ്ടാമത്തെ കാരണം. ഇടതുമുന്നണി തീരുമാനിക്കാതെ കരാറിൽ ഒപ്പിട്ടതെന്ന് മൂന്നാമത്തെ വിഷയം. നാലാമത്തെ കാരണം CPM PBയും കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും അടക്കം ചർച്ച ചെയ്യാതെ എടുത്ത തീരുമാനം എന്നതുകൂടിയാണ്. അഞ്ചാമത്തെ കാരണം വലിയൊരു വിഭാഗം CPM അണികളുടെയും ഇടത് അനുഭാവികളുടെയും ഒരു വിഭാഗം CPM നേതാക്കളുടെയെങ്കിലും ധാർമ്മിക പിന്തുണ CPI നിലപാടിന് ഉണ്ടായിരുന്നു എന്നതാണ്. ഇതിനേക്കാളെല്ലാം പ്രധാനമാണ് ഒടുവിലത്തെ കാരണം. ഫണ്ടിന് വേണ്ടി തന്ത്രപരമായിട്ടാണെങ്കിലും RSS അജണ്ടയ്ക്ക് CPM വഴങ്ങി എന്ന ആരോപണമാണ്. അതുണ്ടാക്കാവുന്ന രാഷ്ട്രീയ പ്രത്യാഘാതത്തിൻ്റെ ആഴം CPM തിരിച്ചറിയുന്നു എന്നതുകൂടിയാണ്. വിലയിരുത്തലുകൾ ഇങ്ങനെ പലവിധമാണ്. എന്തായാലും പതിവ് വഴക്കങ്ങളും തോൽവിയും വിട്ട് സർക്കാരിനെയും CPMനെയും തിരുത്താൻ CPIക്കായി. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. പ്രേക്ഷകരുടെ പ്രതികരണത്തിലേക്ക് കടക്കും മുമ്പ് മന്ത്രിസഭാ യോഗം ആരംഭിക്കുകയാണ്. CPI മന്ത്രിമാരെല്ലാം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ യോഗത്തിൽ നിന്നാണ് വിട്ടു നിൽക്കുമെന്നൊക്കെ നേരത്തെ വാർത്തകൾ വന്നിരുന്നത്. എന്തായാലും പ്രശ്നത്തിന് പരിഹാരമായിരിക്കുന്നു. ആ വിവരങ്ങൾ കൂടി അറിഞ്ഞിട്ട് നമുക്ക് പുതിയതിലേക്ക് കടക്കാം. നമ്മുടെ റിപ്പോർട്ടർ VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? കിരൺ, CPMുമായുള്ള തർക്കങ്ങൾ ഇല്ലാതായിരിക്കുന്നു, തർക്കങ്ങൾ മാറിയിരിക്കുന്നു, എല്ലാം കലങ്ങി തെളിഞ്ഞിരിക്കുന്നു. 3:30 ആരംഭിച്ച മന്ത്രിസഭാ യോഗത്തിൽ CPIയുടെ 4 മന്ത്രിമാരും പങ്കെടുത്തു. ഒരു പകൽ മുഴുവൻ നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾ, ഒരു പകൽ മുഴുവൻ നീണ്ടുനിന്ന നാടകീയ സംഭവ വികാസങ്ങൾ. അതിനൊടുവിലാണ് CPI മന്ത്രിമാർ പതിവ് പോലെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാൻ പോയത്. ഇന്ന് രാവിലെ ബാസ്കറ്റ് ഹോട്ടലിൽ CPM ജനറൽ സെക്രട്ടറിയും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തമ്മിൽ നടത്തിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ്. അവിടെയാണ് നിർണായകമായ ഒത്തുതീർപ്പ് ഫോർമുല ഉരുത്തിരിഞ്ഞത്. അവിടെ വെച്ചാണ് ഈ കത്ത്, അതായത് കേന്ദ്ര സർക്കാരിന് കൈമാറാൻ സംസ്ഥാനം തയ്യാറാക്കാനിരുന്ന കത്തിന്റെ കരട് MA ബേബി ബിനോയ് വിശ്വത്തിന് കൈമാറിയത്. അതിൽ ഒരു മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ച് കാര്യങ്ങൾ പഠിക്കും വരെ ഈ കരാർ മരവിപ്പിക്കണമെന്ന സംസ്ഥാനത്തിന്റെ നിർദ്ദേശം, ആവശ്യം കേന്ദ്രത്തെ അറിയിക്കുമെന്ന കത്തായിരുന്നു അത് പിന്നീട് CPMന്റെ സംസ്ഥാന അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേർന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ജനറൽ സെക്രട്ടറി MA ബേബിയും TP രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പങ്കെടുത്ത് ഇതാണ് നമ്മുടെ പ്രശ്നം പരിഹരിക്കാനുള്ള വഴി, ഇത് അംഗീകരിക്കണമെന്ന പൊതു നിലപാടിൽ എത്തിച്ചേർന്നു. CPI ഒരിക്കൽ കൂടി ചർച്ചയ്ക്ക് വിളിക്കാനും തീരുമാനമായി. അതിനുശേഷം അക്കാര്യം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ അറിയിച്ചു. അവൈലബിൾ സെക്രട്ടറി ചേർന്ന് ഈ ഒരു ഒത്തുതീർപ്പ് ഫോർമുല CPI ചർച്ച ചെയ്തു. ഇത് സ്വീകരിക്കാവുന്നതാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു, വിലയിരുത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി മന്ത്രി K രാജൻ ഉൾപ്പെടെയുള്ള CPIയുടെ പ്രധാന നേതാക്കൾ AKG സെന്ററിലെത്തി മുഖ്യമന്ത്രി അടക്കമുള്ളവരുമായി ചർച്ച നടത്തി. ചില നിർദ്ദേശങ്ങൾ കൂടി CPI ആ കരട് കത്തിൽ ഉൾപ്പെടുത്താൻ നൽകി. അതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടാണ് പിന്നീട് ആ ഒരു കത്ത് CPI അംഗീകരിച്ചത്. അതിനുശേഷം CPIയുടെ സംസ്ഥാന സെക്രട്ടറി ചേർന്നു. അല്പസമയത്തിന് മുമ്പ് അത് അവസാനിച്ചു. അത് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ 4 മന്ത്രിമാരും മന്ത്രിസഭാ യോഗത്തിന് എത്തിച്ചേർന്നു. ഇനി കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി പറയും എന്നു തന്നെയാണ് ഇപ്പോഴും ബിനോയ് വിശ്വം അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. ഇത് ശരിക്കും CPIയുടെ രാഷ്ട്രീയ വിജയമാണ്. കഴിഞ്ഞ ഒരുപാട് കാലത്തെ ഇടതുമുന്നണി രാഷ്ട്രീയത്തിൽ CPMനെ മറികടന്ന്, അല്ലെങ്കിൽ CPIയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി CPM ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നു എന്നത് അപൂർവതയാണ്. അത്തരം അപൂർവതകളുടെ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു നീക്കമാണ്. CPIയുടെ അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയ വിജയമാണ്. പാർട്ടിയിൽ വലിയ വിമർശനം നേരിട്ട് വന്ന ബിനോയ് വിശ്വത്തിന്റെ ഒരു നിലപാട് ലഭിച്ച അംഗീകാരം കൂടിയാണ്. അദ്ദേഹത്തിന് പാർട്ടിയിൽ ഒരു പുതിയ ഊർജ്ജം നൽകുന്ന ഒരു തീരുമാനമാണത്. ബിനോയ് വിശ്വം പ്രതികരിച്ചത് ഇതാരുടെയും വിജയമല്ല, വിജയത്തിന്റെ ക്രെഡിറ്റോ പരാജയത്തിന്റെ ഇതൊന്നും ഏറ്റെടുക്കാൻ CPI ഇല്ല, പക്ഷേ ഇത് ഇടതു മുന്നണിയുടെ രാഷ്ട്രീയ വിജയമാണ് എന്നൊരു പ്രതികരണമാണ് CPI നടത്തിയത്. അത്തരം പ്രതികരണം തന്നെയാവും എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാവുക. വി ശിവൻകുട്ടി മന്ത്രി അത്തരമൊരു പ്രതികരണം നടത്തിയിരുന്നു. ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യങ്ങൾ അറിയിക്കുമെന്നാണ് ഇപ്പോൾ നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ വാർത്താ സമ്മേളനത്തിലൂടെ അല്ലെങ്കിൽ വാർത്താക്കുറിപ്പിലൂടെ, വാർത്താ സമ്മേളന സാധ്യത ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെ പിണറായി വിജയൻ ഈ തീരുമാനം അറിയിക്കും. ഇടതുമുന്നണി രാഷ്ട്രീയത്തെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചു ഉലച്ച
45 വർഷത്തെ സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് മുന്നണി കരകയറുകയാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കടുത്ത തീരുമാനങ്ങളിലേക്ക് മന്ത്രിസഭാ യോഗങ്ങൾ ബഹിഷ്കരണം, മന്ത്രിസഭയിൽ നിന്ന് മന്ത്രിമാരെ പിൻവലിക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് CPI മുന്നറിയിപ്പ് നൽകി. അത്തരം തീരുമാനങ്ങളിലേക്ക് CPI പോയിരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഒഴിവാകുന്നത്. CPMന്റെ ദേശീയ നേതൃത്വം, CPIയുടെ ദേശീയ നേതൃത്വവും ഒക്കെ വലിയ ഇടപെടലുകൾ ഈ വിഷയത്തിൽ നടത്തിയിരുന്നു. ഏതായാലും അത് ഫലം കണ്ടിരിക്കുന്നു. മുന്നണി ഒരു ഐക്യത്തിലൂടെ തന്നെ മുന്നോട്ട് പോകുന്നു. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട PMCയുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളുണ്ട്, ആശങ്കകളുണ്ട്. കാരണം സംസ്ഥാനം ഇത്തരം ഒരു ആവശ്യം മുന്നോട്ട് വച്ചാൽ കേന്ദ്രം അംഗീകരിക്കണം, അംഗീകരിച്ചാലും അത് എങ്ങനെ മുന്നോട്ട് പോകും തുടങ്ങി വലിയ ആശയക്കുഴപ്പങ്ങളുണ്ട്. സാങ്കേതികമായും നിയമപരമായും ഭരണപരമായും ഒക്കെ പ്രശ്നങ്ങൾ ബാക്കിയാണെങ്കിലും മുന്നണിക്ക് ആശ്വസിക്കാം. ഇടതുമുന്നണി വലിയൊരു പ്രതിസന്ധിയെ അതിജീവിച്ചിരിക്കുന്നു. അതിൽ രാഷ്ട്രീയ വിജയം ഒരു പടി മുകളിൽ ഒരു ത്രാസിന്റെ തട്ട് നോക്കിയാൽ CPIക്ക് കുറച്ച് മുൻതൂക്കമുള്ള ഒരു രാഷ്ട്രീയ വിജയമായി ഇതിനെ കാണാനാകും. തിരുത്തൽ ശക്തി എന്ന പേര് തിരിച്ചുപിടിക്കാൻ CPIക്ക് ഇതിലൂടെ കഴിഞ്ഞിരിക്കുന്നു. അരുണ, എന്തായാലും തുടരുക. നമുക്ക് ഈ വിഷയത്തിന്റെ പരിഹാരമായ ശേഷം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞ വാക്കുകൾ കൂടി കേൾക്കാം. അങ്ങനെ വിജയത്തിന്റെയോ പരാജയത്തിന്റെയോ കണക്കെടുക്കാൻ CPI ഇല്ല. CPI പറയും വിജയത്തിന്റെ കാര്യമാണ് പറയേണ്ടതെങ്കിൽ ഈ വിജയം LDFന്റെ വിജയമാണ്, ഇടതുപക്ഷ ഐക്യത്തിന്റെ വിജയമാണ്, ഇടതുപക്ഷ ആശയത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും വിജയമാണ്. എങ്കിലും ഒരു നയപരമായ കാര്യത്തിൽ CPI ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് പോകുമ്പോൾ അരുൺ തുടരുകയാണ്. അരുൺ, എന്തായാലും മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും എന്ന് കൂടി പറയുന്നു. ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം തീർച്ചയായും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമല്ലോ. എന്താണ് അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായിട്ടും CPI നേതൃത്വത്തിന്റെ മുന്നണി നേതൃത്വത്തിന്റെ ആവശ്യമായിരുന്നു. മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം മാധ്യമങ്ങളെ കണ്ട് അറിയിക്കണം. എന്താണ് ഇതിൽ വന്ന പ്രശ്നങ്ങൾ, എന്താണ് തിരുത്തൽ. അതിനപ്പുറത്തേക്ക് പലരും പല അഭിപ്രായം പറഞ്ഞ് ഇതിലൊരു വിവാദത്തിലേക്ക് ഇനിയും പോകേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി തന്നെ കാര്യം വിശദീകരിക്കണമെന്ന മുന്നണി നേതൃത്വത്തിന്റെ അഭ്യർത്ഥനയും ആവശ്യവുമായിരുന്നു. പിണറായി വിജയൻ അത് അംഗീകരിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. വാർത്താ സമ്മേളനം ഉടൻ ആരംഭിക്കും. മന്ത്രിസഭായോഗം 3:30-ക്കാണ് തുടങ്ങിയത്. അതിന്റെ അവസാനം തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമെന്ന അറിയിപ്പാണ് വന്നിരിക്കുന്നത്. അതായത് ഒറ്റ ശബ്ദം മതി ഈ വിഷയത്തിൽ. ഇനി പല അഭിപ്രായങ്ങൾ, പല നേതാക്കൾക്ക് ബിനോയ് വിശ്വം വളരെ കൃത്യമായ നിലപാടാണ് പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. മുഖ്യമന്ത്രി മറുപടി പറയും. അദ്ദേഹം തന്നെ കാര്യങ്ങൾ വിശദീകരിക്കും. ഏത് സാഹചര്യത്തിലാണ് കരാർ ഒപ്പിട്ടത്, ഏത് സാഹചര്യത്തിൽ കരാർ മരവിപ്പിക്കാൻ തീരുമാനിക്കുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വ്യക്തമാക്കുമെന്ന് അല്പസമയം മുമ്പ് ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് ഒരു അറിയിപ്പ് വന്നിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണും. ഈ PMC വിവാദത്തിൽ CPMനെ മുന്നണിക്ക് വലിയ നാണക്കേടുണ്ടാക്കിയ, തിരിച്ചടിയുണ്ടാക്കിയ, പ്രതിസന്ധിയുണ്ടാക്കിയ വിവാദത്തിൽ നിന്ന് കരകയറിയതിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയാണ്. അരുണ, യഥാർത്ഥത്തിൽ 2016-ൽ ഒന്നാമത്തെ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പല ഘട്ടങ്ങളിലും CPI തർക്കമുണ്ടായിട്ടുണ്ട്. തോമസ് ചാണ്ടിയുടെ വിഷയത്തിലൊക്കെ ആണെങ്കിൽ പിന്നീട് തോമസ് ചാണ്ടിയുടെ രാജിയിലേക്ക് നയിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി. പക്ഷേ ഇങ്ങനെ ഒരു നേരിട്ട് രണ്ട് പാർട്ടിയും നിലപാട് പറഞ്ഞുകൊണ്ട് നേരിട്ടൊരു ഏറ്റുമുട്ടൽ അത് ഈ വിഷയത്തിൽ മാത്രമാണല്ലോ. യഥാർത്ഥത്തിൽ ഇത് CPIയെ സംബന്ധിച്ച് ഒരു കാലത്ത് ഇടത് തിരുത്തൽ ശക്തി എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ആ ഒരു ശക്തിയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു പഴയ പ്രതാപം തിരിച്ചു പിടിച്ചു എന്നുകൂടി പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും വെളിയം ഭാർഗവന്റെയും CK ചന്ദ്രപ്പന്റെയും ഒക്കെ കാലത്ത്, ഒരുപക്ഷെ അതിനു മുമ്പും CPI വലിയ രീതിയിൽ ഒരു ഇടതുമുന്നണിയിലെ തിരുത്തൽ ശക്തിയായി തന്നെ അറിയപ്പെട്ട പാർട്ടിയാണ്. അത്തരം വലിയ ഇടപെടലുകൾ പലപ്പോഴും നടത്തിയിട്ടുമുണ്ട്. ഏറ്റവും ഒടുവിൽ 2006-ൽ ഇടതു മന്ത്രിസഭയുടെ കാലത്തും VS മന്ത്രിസഭയുടെ കാലത്തും അന്ന് വെളിയം ഭാർഗവനായിരുന്നു സംസ്ഥാന സെക്രട്ടറി. മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കൽ, അത് CPI ഭരിക്കുന്ന റവന്യൂ വകുപ്പിന്റെ ചുമതലയാണ് ഇത്തരം കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കലും ഒക്കെ. പക്ഷേ അവിടെ അന്ന് മുൻകൈയെടുത്ത് ഇറങ്ങിയത് VS അച്യുതാനന്ദൻ CPMന്റെ മുഖ്യമന്ത്രിയായിരുന്നു, പൊളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു. അദ്ദേഹം അതുമായി മുന്നോട്ട് പോകുമ്പോൾ CPIയുടെ മൂന്നാർ ടൗണിലെ ഓഫീസിൽ പോലും കൈവച്ചു. CPIക്കാർ എക്കാലവും കയ്യേറ്റത്തിനെതിരെന്ന് നിലപാടെടുക്കുന്നവരാണ്. പക്ഷെ അവരെ കയ്യേറ്റക്കാരെ ചിത്രീകരിച്ചു. വലിയ പൊട്ടിത്തെറിയാണ് CPIയിൽ ഉണ്ടായത്. അത് മുന്നണി യോഗത്തിൽ വെളിയം ഭാർഗവൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉന്നയിച്ചു. പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടു. അന്നൊരു സബ് കമ്മിറ്റിയെ, ഇടതുമുന്നണി സബ് കമ്മിറ്റിയെ വെച്ച് അതിനെപ്പറ്റി അന്വേഷിക്കുകയും CPI എടുത്ത് കയ്യേറ്റം കണ്ടെത്തുകയും ഒക്കെ ചെയ്ത ചരിത്രമുണ്ട്. അതിനുശേഷവും അത്തരം നിലപാടുകൾ കാനം രാജേന്ദ്രൻ ചില സന്ദർഭങ്ങളിലെങ്കിലും അത്തരം തിരുത്തൽ ശക്തിയായി പ്രവർത്തിച്ച നേതാവ് കൂടിയാണ്. പക്ഷേ ബിനോയ് വിശ്വം വന്ന ശേഷം
ക്ഷമിക്കണം, വിരോവിഷം വന്ന ശേഷം CPM-ന്റെ തൊഴുത്തിൽ CPI എന്ന പാർട്ടിയെ കിട്ടിയെന്ന വിമർശനമാണ് കഴിഞ്ഞ സമ്മേളന കാലയളവിലുടനീളം വിരോവിഷം കേട്ടത്. ആ വിമർശനമാണ് അദ്ദേഹം നേരിട്ടത്. അതിൽ നിന്ന് മറികടക്കാൻ, അതിൽ നിന്ന് കരകയറി വരാൻ കൂടി കഴിഞ്ഞ ഒരു അവസരമായി വിരോവിഷത്തിന് ഇത് ഉപയോഗിക്കാം. CPIക്കും അത്തരം ഒരു തിരുത്തൽ ശക്തിയാണ് തങ്ങൾ ഇപ്പോഴുമെന്ന് പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ ഒരു തെളിവായി, സംഭവമായി ഇത്, രാഷ്ട്രീയ സംഭവവികാസമായി ഇത് മാറിയെന്ന് ഉറപ്പാണ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിദ്യാഭ്യാസ മന്ത്രി എടുത്ത ഒരു തീരുമാനം, കേന്ദ്ര പദ്ധതിയിൽ ഒപ്പിടാൻ തീരുമാനിക്കുന്നു. അതിൽ നിന്ന് പിന്നോട്ട് പോയില്ല എന്ന നിലപാട് എടുത്ത സ്ഥലത്ത് നിന്ന് CPI അവരുടെ കടുത്ത സമ്മർദ്ദം, രാഷ്ട്രീയ സമ്മർദ്ദം ഉപയോഗിച്ചുകൊണ്ട് CPM-നെ തിരുത്തിച്ചിരിക്കുന്നു. അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ സർക്കാർ തയ്യാറായിരിക്കുന്നു. പൂർണ്ണമായും കരാറിൽ നിന്ന് പിന്മാറില്ലെങ്കിൽ പോലും അത് മരവിപ്പിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ അത് CPI-യുടെ രാഷ്ട്രീയ വിജയമാണ്. CPI എന്ന തിരുത്തൽ ശക്തിയായി സ്വയം അവകാശപ്പെടുന്ന അത്തരം നീക്കങ്ങൾ മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ ഒരു ഊർജ്ജം നൽകുന്ന ഒരു ഇടപെടലായി ഇത് മാറും. വിരോവിഷത്തിന്റെ പാർട്ടിയുടെ ശത്രുക്കൾക്ക് ഒരു കുറച്ചു കാലമെങ്കിലും ഇവിടെ അടങ്ങിയിരിക്കേണ്ടി വരും. കാരണം അദ്ദേഹം ഇവിടെ ഇത് പൂർണ്ണമായും ഇടതുമുണ്ട് ക്രെഡിറ്റ് എന്ന് പറയുമ്പോഴും വിരോവിഷത്തിന് കൂടി അവകാശപ്പെട്ട ക്രെഡിറ്റാണ്. MA ബേബി എന്ന CPM ജനറൽ സെക്രട്ടറി ഇതിന് തുടക്ക സമയത്ത് വലിയ രീതിയിൽ അപമാനിക്കപ്പെട്ടു. കാരണം അദ്ദേഹം അറിഞ്ഞിരുന്നില്ല ഈ ഒരു കരാർ ഒപ്പിടുന്നത്. അത് CPIയുടെ ദേശീയ സെക്രട്ടറി K പ്രകാശ് ബാബു അത് പരസ്യമായി പറയുകയും ചെയ്തു. ബേബിയുടെ അവസ്ഥയോർത്ത് തനിക്ക് ദുഃഖമുള്ള തരത്തിലുള്ള പരാമർശം അദ്ദേഹം നടത്തി. അവിടെ നിന്ന് ബേബിയും അദ്ദേഹത്തിന്റെ ഒരു അന്തസ്സ് തിരിച്ചുപിടിച്ചു എന്ന് വേണമെങ്കിൽ ആ രീതിയിൽ പറയാൻ. കാരണം അദ്ദേഹമാണ് ഇതിന്റെ ഒരു അവസാനവട്ട സമവായ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. അദ്ദേഹത്തിന്റെ കൃത്യമായ ഇടപെടൽ പിന്നീട് ഇതിലുണ്ടായി. സംസ്ഥാന നേതൃത്വത്തോട് ബേബി ആവശ്യപ്പെട്ടു പ്രശ്നങ്ങൾ പരിഹരിക്കണം. മുന്നണിയും മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI മന്ത്രിമാർ വിട്ടുനിൽക്കുന്ന സാഹചര്യം ഉണ്ടാക്കരുത്, അത് ഗുണം ചെയ്യില്ല, പരിഹരിക്കണമെന്ന കർശന നിർദ്ദേശം CPM സെന്ററിന്റെ ഭാഗമായി MA ബേബി കൂടി നൽകി. കഴിഞ്ഞ പൊളിറ്റ് ബ്യൂറോ യോഗത്തിലുമൊക്കെ അദ്ദേഹത്തിനെതിരെയും ചില വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹവും ഇടപെട്ടു. അങ്ങനെ ആ ബേബിയുടെ ഇടപെടൽ വളരെ നിർണായകമായ അവസാന ഘട്ടത്തിലെങ്കിലും മാറി. വിരോവിഷത്തിന് ആശ്വസിക്കാവുന്ന, അഭിമാനിക്കാവുന്ന രാഷ്ട്രീയ നീക്കവുമായി കൂടി ഇത് വിലയിരുത്തപ്പെടും. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ വിമർശനവും BJP പ്രശ്നമൊക്കെ തൊട്ടു പിന്നാലെ ഉണ്ടാകുമെങ്കിൽ പോലും ഇത് ഏതായാലും ഇടതുമുന്നണിക്ക് ആശ്വസിക്കാവുന്ന, അടുത്തയാഴ്ച തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാനിരിക്കെ, മാസങ്ങൾക്കപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കെ ഇടതുമുന്നണിക്ക് ആശ്വസിക്കാവുന്ന, തങ്ങൾ ഒറ്റക്കെട്ടാണ്, ഒറ്റ മുന്നണിയാണ്, അഭിപ്രായ ഭിന്നതകളില്ലാത്ത, ഏകാഭിപ്രായമുള്ള, ഏകശിലാരൂപമായി മുന്നോട്ട് പോകുന്ന മുന്നണിയാണെന്ന ഇടതുമുന്നണിയുടെ അവകാശവാദങ്ങൾക്ക് ബലം നൽകുന്ന, അല്ലെങ്കിൽ അവർക്ക് അത് വീണ്ടും പറയാൻ അവർക്ക് ധൈര്യം നൽകുന്ന ഒരു പരിസമാപ്തിയാണ് വിവാദത്തിന് ഉണ്ടായിരിക്കുന്നത്. ശരി, BV അരുണാണ് ഇതിന്റെ വിവരങ്ങൾ നൽകിയത്. എന്തായാലും മന്ത്രിസഭാ യോഗം നടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിലനിന്നിരുന്ന CPI തർക്കത്തിന് ഇപ്പോൾ ഒരു പരിഹാരം ആയിരിക്കുന്നു. സാധാരണഗതിയിൽ പ്രതിഷേധിച്ച് പിന്നീട് വഴങ്ങുക എന്ന CPIയുടെ രീതി മാറി. CPI എടുത്ത നിലപാടിൽ CPM-നെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് CPIയുടെ വിജയമായി കരുതാം. പക്ഷേ വിജയം ആരുടേതെന്ന് ചോദിക്കുമ്പോൾ ഇത് LDF-ന്റെ വിജയം എന്നാണ് CPI സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടി. മുഖ്യമന്ത്രി അല്പസമയത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട് ഈ വിഷയത്തിൽ വിശദീകരണം നൽകും എന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ കോളേജിലേക്ക് കടക്കേണ്ടതുണ്ട്. ശ്രീനിവാസനാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീനിവാസൻ, താങ്കൾക്ക് എന്തു തോന്നുന്നു? എങ്ങനെയാണ് CPI ഈ CPM-നെ കൊണ്ട് ഇത്തരമൊരു നിലപാട് ഇപ്പോൾ തിരുത്തിച്ചിരിക്കുന്നത്? ഇതൊന്നും ഉണ്ടാവില്ല. വളഞ്ഞ വഴിക്കുടി ഇപ്പോഴും പറഞ്ഞു നോക്കുന്നത് ഇത് ഞങ്ങൾ നടപ്പിലാക്കിയാണ്. ഇത് കുറെ കഴിയുമ്പോൾ മന്ത്രിസഭ യോഗം കഴിഞ്ഞ് മുഖ്യമന്ത്രി തർപ്പിച്ചും അറിയില്ല. അതാണ് ഞാൻ നോക്കിയിട്ട് കാണുന്നത്. നരേന്ദ്രമോദിനെ വിഷമിപ്പിച്ചിട്ട് ഒരു കാര്യം ചെയ്യില്ല നമ്മുടെ മുഖ്യമന്ത്രി. അത് വിഷമിച്ച ഒരുപാട് ദോഷങ്ങൾ മുഖ്യമന്ത്രിക്ക് ഉണ്ടാകുന്നു. 100,000 കേസുകളുണ്ട് മുഖ്യമന്ത്രിക്ക്. അതൊക്കെ ഒരു പിൻബലമായിട്ട് നരേന്ദ്രമോദി ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെല്ലാം കേസുകൾ അങ്ങനെ പറയാൻ കഴിയുമോ ശ്രീനിവാസൻ? കേന്ദ്ര സർക്കാരിനെതിരെയും BJP-യുടെ നയങ്ങൾക്കെതിരെയും, എന്തിന് പ്രത്യേകിച്ച് RSSന്റെ ഹിന്ദുത്വ അജണ്ടക്കെതിരെയൊക്കെ അതിശക്തമായി സംസാരിക്കുന്ന ആളല്ലേ നമ്മുടെ മുഖ്യമന്ത്രി? എവിടെ? അതൊക്കെ ഒളിഞ്ഞും അടിഞ്ഞും അവിടെ പോയി കാണില്ലേ? ഒരു മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രിയെ കാണാതിരിക്കാൻ കഴിയുമോ? കേരളത്തിന് അർഹതപ്പെട്ട വിധം വാങ്ങാനും കേരളത്തിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും ഒക്കെ കാണുന്നുണ്ട്. പ്രധാനമന്ത്രി കസേരയിൽ ആരിരുന്നാലും ആ കസേരയിൽ ഇരിക്കുന്ന ആളിനെ ബഹുമാനിക്കുക, അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുക, ചർച്ച നടത്തുക, അതൊക്കെ സ്വാഭാവികമായും ഭരണത്തിലിരിക്കുന്ന ഏത് മുഖ്യമന്ത്രിയും ചെയ്യേണ്ടി വരും. അതൊക്കെ ശരിയാ. പക്ഷെ കിരൺ സാർ ഒന്ന് ആലോചിച്ചു, ഇവിടെ എന്തോരം കേസുകൾ ഉണ്ടായിരുന്നു. കേസൊക്കെ എവിടെ പോയി? പോയി. കേസൊക്കെ ഉള്ള കേസാണെങ്കിലല്ലേ അവർക്ക് കേസുമായി മുന്നോട്ട് പോകാൻ കഴിയും. ഈ കേസൊക്കെ അല്ലാതെ BJP ഏതെങ്കിലും ഇളവ് നൽകി കേരളത്തിലെ CPM-നെ രക്ഷിക്കുമെന്ന് ഞങ്ങൾ കരുതാനാവുമോ? ഞാൻ പറഞ്ഞ കരുവന്നൂര് കേസ് എന്തായിരുന്നു? മൊയ്തീനെ ഇപ്പൊ അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം കോലാങ്ങളായിരുന്നു. ആ കേസൊക്കെ ഇപ്പൊ എവിടെ? ശരി ശ്രീനിവാസൻ, എന്തായാലും അങ്ങനെ BJP-യുടെ ഭാഗത്ത് നിന്ന്
CPM-നെ അടിക്കാൻ കിട്ടുന്ന ഒരു വടി, പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെ BJP-ക്കെതിരെ, സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ, അവരുടെ ആശയഗതിക്കെതിരെ തന്നെ അതിശക്തമായി നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിക്കെതിരെ കിട്ടുന്ന വടി അവർ ഉപയോഗിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് രാഷ്ട്രീയമായി വേണമെങ്കിൽ അങ്ങനെ പറയാം. ശ്രീ തോമസ് ആണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ തോമസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? സാധാരണഗതിയിൽ CPI പ്രതിഷേധിക്കും, ഒടുവിൽ വഴങ്ങും, അതായിരുന്നു കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള രീതി. പക്ഷേ ഇതിപ്പോൾ CPIയുടെ നിലപാട്, ആ നിലപാടിൻ്റെ ശരി കൊണ്ടാണോ അതിൻ്റെ ധാർമ്മിക ബലം കൊണ്ടാണോ, എന്തായാലും ആ നിലപാട് CPM-നെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ, CPM-നെ കൊണ്ട് തിരുത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. എന്താവും കാരണം? കിരൺ, നമസ്കാരം. നമസ്കാരം. സത്യം പറഞ്ഞ CPI വീണ്ടും തോക്കുക ചെയ്തേക്കണത്. നമ്മൾ പറയും വിജയിക്കുകയാണ്, ഒരിക്കലും അല്ല. കാരണം ഇതിപ്പോ നമ്മളെ പൂരം കലക്കൽ പോലെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു സംഭവമാണ് ഇപ്പൊ നടക്കാൻ പോണത്. അതെന്താണ് അങ്ങനെ? കാരണം അങ്ങനെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ അറിയാലോ. പഞ്ചാബിൽ ഒപ്പിട്ടത് ആം ആദ്മി പാർട്ടി വന്നു കഴിഞ്ഞപ്പോ അത് തിരുത്താൻ നോക്കിയിട്ട് ഇപ്പൊ 3 വർഷമായിട്ട് അത് കേസിൽ കിടക്കുക. ഇതിന്റെ പ്രൊവിഷൻ വെച്ച ഇതില് ഒപ്പിട്ട് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിനാണ് ഇതിൽ പിന്മാറാൻ പറ്റുള്ളൂ. സംസ്ഥാന സർക്കാരുകൾക്ക് ഇതിൽ നിന്ന് പിന്മാറാൻ കേന്ദ്ര സർക്കാർ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസിക്കുമാണ് കഴിയുക. അതാണ് കരാർ വ്യവസ്ഥ. അപ്പൊ പിന്നെ ഇവര് ജയിച്ചു എന്ന് പറയുന്നതിന്റെ കാര്യം. പക്ഷെ അങ്ങനെ പറഞ്ഞാലും ഈ കരിക്കുലം ഭേദഗതി അടക്കം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അടക്കം നടപ്പാക്കില്ല, അതിന് കഴിയില്ല എന്നൊരു സംസ്ഥാന സർക്കാർ പറഞ്ഞാൽ അവരെ കൊണ്ട് ഇടിച്ച് നടപ്പാക്കിക്കാനൊന്നും കഴിയില്ലല്ലോ. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതല്ലാണ്ട് ഇതില് നമുക്ക് പറയാനില്ല. ശരിക്കും CPI ശരിക്കും തോക്കുക. തോമസിന്റെ അഭിപ്രായം CPI പരാജയപ്പെടുകയാണെന്നാണ്. ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ വിഷയത്തിൽ CPIക്ക് സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി അവരെടുത്ത നിലപാടിലേക്ക് സർക്കാരിനെ, CPM-നെ, മുഖ്യമന്ത്രിയൊക്കെ ഒത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? സാറേ നമസ്കാരം. നമസ്കാരം. ഈ വിഷയത്തിൽ ഇപ്പൊ മുഖ്യമന്ത്രിയെ അല്ലെ CPM-നെ മുട്ടുമടക്കിപ്പിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാല് ഇവരുടെ സമയം കൊള്ളാം. ഈ CPIയുടെ സമയം ഇപ്പൊ ഫസ്റ്റ് സമയമാണ്. ഈ തുച്ഛമായ കാലാവധിയായി ഇനി ഭരണത്തിനുള്ളൂ. കൂടാതെ 2 ഇലക്ഷനും വരുന്നു. അതൊറ്റ കാരണവും പിന്നെ BJP പിന്നെ ശിവൻകുട്ടിയിരുന്നവർക്ക് നടത്തിയ അഭിവാദ്യം അർപ്പിച്ചിട്ടുള്ള സമരം, ഇതാണ് വാശി പിടിപ്പിച്ചത്. ഇവർക്കിനി പോയാലൊന്നും നഷ്ടപ്പെടാൻ തുച്ഛമായ സമയമേ ഉള്ളൂ. അതേ സമയത്ത് നേരത്തെ ആയിരുന്നെങ്കിൽ, ഭരണം കിട്ടിയ ഉടനെ ആണെങ്കിൽ ഇതൊന്നും നടക്കില്ല. ഈ CPM-ന്റെ മുഖ്യമന്ത്രിയുടെ കൂടെ ഇതൊന്നും നടക്കില്ല. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഈ CPM-നെ നല്ല വഴിക്ക് നടത്തിക്കൊണ്ടുപോയിരുന്നത് CPI ആണ്. ഏറ്റവും നല്ല ഒരു പാർട്ടിയാണ് CPI. ആ CPI കാനം രാജേന്ദ്രൻ തൊട്ട് ഇങ്ങോട്ട് നശിപ്പിച്ചു. ഈ നല്ലൊരു വ്യക്തിയായി ഈ ഇദ്ദേഹം വന്നു, പുതിയ ബിനോയ് വിശ്വം സാർ വന്നു. ബിനോയ് വിശ്വം സാർ ഏറ്റവും നല്ലൊരു വ്യക്തിയാണ്. പക്ഷെ എന്ത് ചെയ്യാ, ആദ്യമൊക്കെ ഈ പുള്ളിയിലൊക്കെ ഈ മുഖ്യമന്ത്രിയുടെ കയ്യിൽ അകപ്പെട്ടു. ഇപ്പൊ നോക്കിയപ്പോഴത്തേക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നു. സമയം ഇനി കുറച്ചേ ഉള്ളൂ, ഇലക്ഷൻ അടുത്ത് വരണു. അതുകൊണ്ട് ഒറ്റ പിടിപിടിക്കാന്ന് വിചാരിച്ചു. അതിലൊരു വിജയം കണ്ടെത്തി. പക്ഷെ ഇതിന്റെ പരാജയം പറ്റിയിരിക്കുന്നത് ജോസ് കെ മാണിക്കാണ്. ജോസ് കെ മാണിയാണ് ഇത് ഇവരെ വിളിച്ചുകൊണ്ട് ഇത് അദ്ദേഹമായിട്ട് കൊണ്ട് ഒപ്പിടിക്കാൻ കൊണ്ട് ജോസ് കെ മാണിയാണ്. പിന്നെ ഒന്നുള്ള ഒരു കാര്യം കൂടെ നിർത്തിക്കോ സാറേ. രമേശ് ചെന്നിത്തലയുടെ അച്ഛന്റെയും തുണി പൊക്കി നോക്കിയാൽ കാവിക്കൊടി കാണാമെന്ന് പറഞ്ഞതാണ് ശിവൻകുട്ടിയും മുഖ്യമന്ത്രിയും. ഇപ്പൊ ആരെ നോക്കിയാൽ കാണാൻ പറ്റും കാവിക്കൊടി? ഈ ചുവന്ന കൊടി കംപ്ലീറ്റ് ഫെയ്ഡായി കാവിക്കൊടിയായി മാറിയിരിക്കുകയാണ്. വേറെ ഒന്നുമില്ല സാറേ. ഇത്രയും സമയം തോന്നാലും നന്ദി. ശരി, ഓക്കെ. അത് താങ്കളുടെ അഭിപ്രായം. അങ്ങനെയൊക്കെയാണ് ഓരോരുത്തരുടെയും അവരുടേതായ രാഷ്ട്രീയ അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിക്കുന്നത്. ശ്രീ കുഞ്ഞഹമ്മദാണ് കോഴിക്കോട്. ശ്രീ കുഞ്ഞഹമ്മദ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എങ്ങനെയാണ് ഇപ്പോൾ CPM-ന് ഇങ്ങനെ ഒരു അവരുടെ മുൻ നിലപാടിൽ നിന്ന് മാറി അങ്ങനെ ഒരു വഴങ്ങേണ്ടി വന്ന സാഹചര്യം? നമസ്കാരം സാറ്. നമസ്കാരം. ഒരു മുന്നണിയാകുമ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള പാർട്ടികൾ അതുണ്ടാവും. അതെല്ലാം പറഞ്ഞ് കോടീകരിച്ച് മുമ്പോട്ട് പോകാനുള്ള മുന്നണിന്റെ ഉത്തരവാദിത്തം അത് ഇപ്പൊ ചെയ്ത് കഴിഞ്ഞു. ഇനി UDF-കാർ ഇതൊന്നും കണ്ട് ഭരിക്കണ്ട. കോഴിക്കോട്ടിന്റെ കുറുക്കരപ്പവും കോഴിക്കോട്ടിന്റെ കണ്ടിലായിരിക്കും. എപ്പോ ഉണ്ട് പോകുക നോക്കുക. അത് കണ്ട് UDF-കാർ ഭരിക്കണ്ട. മൂന്നാമത് പിണറായി തന്നെ അധികാരത്തിൽ വരും. നോയിക്കോളിങ്ങൾ. ശരിയായിരിക്കും പറയാനുള്ളൂ. ശരി. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എങ്ങനെയാണ് ഇങ്ങനെ ഒരു നിലപാടിലേക്ക്? തുടക്കത്തിലൊക്കെ എല്ലാവരും കരുതിയിരുന്നത് CPI ഒരു എതിർപ്പൊക്കെ ഉയർത്തും, CPM അതിന് വഴങ്ങില്ല, അവസാനം CPI തന്നെ വഴങ്ങേണ്ടി വരും. അങ്ങനെ ആയിരുന്നു ഒരു സമീപകാല ചരിത്രമൊക്കെയും അങ്ങനെയായിരുന്നു. പക്ഷേ ഇവിടെ CPIക്ക് തിരുത്തിക്കാൻ കഴിഞ്ഞു. എന്താവും അതിനൊരു കാരണം? ഇല്ല, എവിടെ തിരുത്തിക്കാൻ? ഞാൻ ചോദിക്കുന്ന സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും തമ്മിലുള്ള കരാറ് ഈ ചീട്ട് കടലാസ് എടുത്തു കൊടുത്തേ കൊണ്ടൊന്നും നടക്കൂല. ഇതിപ്പോ ശരിക്കും എനിക്ക് ഇപ്പൊ ഓർമ്മ വരുന്നത്
പണ്ട് VP രാമകൃഷ്ണപിള്ള പറഞ്ഞ ഒരു വാക്ക്, മന്ത്രിനെ പിൻവലിക്കാനുള്ള തീരുമാനം പിൻവലിച്ചു പറഞ്ഞ പോലെ. ഇത് ശരിക്കും അതിന്റെ വിദ്യാഭ്യാസം ഈ CPIക്ക് പറ്റിയ പരാജയം നല്ല നട്ടൽ ഉയർത്തിക്കൊണ്ട് ഒച്ചത്തിൽ ശബ്ദിക്കാൻ പറ്റുന്ന നേതാവിലാണ് CPIക്ക്. ഈ വിനോദ വിശ്വം മൈക്രേറ്റ് പറഞ്ഞപ്പോൾ ആൾ കേൾക്കൂല. അതുകൊണ്ട് നല്ലൊരു നട്ടലുള്ള നേതാവ് CPIക്ക് ഉണ്ടെങ്കിൽ CPI പറയുന്ന സ്ഥലത്ത് ഈ CPI നിൽക്കും. കാരണം ഇതൊക്കെ ഇത് വെറുതെ കണ്ണുപണിയില്ലാന്ന്. ഇതിനകത്ത് ഒരു വിജയം CPIക്കില്ല. നിങ്ങൾ കുറച്ച് മുമ്പ് അരുണെല്ലാം പറഞ്ഞ നിങ്ങൾക്ക് പിന്നെ ഭയങ്കര CPIക്ക് ഒരു വിജയമില്ല. CPIനെ ശരിക്കും വിഡ്ഢിയാക്കുവായത്. ഇനി നിങ്ങൾ നോക്കിക്കോ, കുറച്ച് കഴിയുമ്പോൾ മറ്റേ ഇയാളെ വകയിലും ഒരു പത്രസമ്മേളനം വരുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി ചിത്രം വ്യക്തമാവും. ഇത് കഷ്ടം എന്നുള്ള CPIന്റെ കാര്യത്തിൽ എന്താ ചെയ്യാ, ഒന്നും ചെയ്യാൻ കേൾവാകും. ഇതിങ്ങനെയല്ലേ നടക്കൂ. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ മൊയ്തീൻ കുഞ്ഞാണ്, കായംകുളത്തു നിന്നാണ്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, ഈ വിഷയത്തിൽ CPI അവരുടെ നിലപാടിലേക്ക് സർക്കാരിനെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം കിരണേ. നമസ്കാരം. CPI അവിടെ കാര്യത്തിലോട്ട് സർക്കാരിനെ കൊണ്ടുവന്ന് എത്തിച്ചതൊക്കെ ശരി തന്നെ. പക്ഷെ ഇവര് ഈ CPI അല്ല CPM പോലും അറിയാതാണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ ലിസ്റ്റുകൾ കേന്ദ്രത്തിന് കൊടുത്തിരിക്കും. അതിന് യാതൊരു തർക്കവും ഇല്ല. കാരണം പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാലം ഈ 3-3.5 വർഷക്കാലം എന്തുകൊണ്ട് ഇത് ചെയ്യാതിരുന്ന ഇപ്പൊ ഇത് ചെയ്ത്, അതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. ഇത് ആരും അറിയാതെ ചെയ്ത ഒരു കാര്യമല്ലേ. ഇതേ രീതിയിൽ തന്നെ ആരും അറിയത്തില്ല, ലിസ്റ്റ് കൊടുത്തിരിക്കും. ഇപ്പൊ അതേപോലെ പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് ഈ CPIയെ തടയി വലയിലാക്കി വെച്ചിരിക്കുന്നത്. അതിന് മാറ്റമൊന്നുമില്ല. ഇതാ സംഭവിക്കത്തുള്ളൂ. ശരി, ഓക്കെ. അതാണ് മൊയ്തീൻ കുഞ്ഞിന്റെ അഭിപ്രായം. ശ്രീ പീതാംബരനാണ്, പള്ളൂരുത്തിയിൽ നിന്നാണ്. ശ്രീ പീതാംബരൻ, അതെ, ഓക്കെ, പറഞ്ഞോളൂ. പറഞ്ഞോളൂ. പറയാം. ഇപ്പൊ CPI തോറ്റോ അല്ലെങ്കിൽ CPM തോറ്റോ എന്നുള്ള വിഷയത്തിൽ അത് CPI തന്നെയാണ് ഇപ്പൊ അടിയറ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ യാതൊരു കാരണവശാലും റദ്ദാക്കാതെ ഞങ്ങൾ മന്ത്രിസഭയിൽ തുടരൂല എന്ന് പറഞ്ഞിട്ട് എങ്ങനെയും പിടിച്ചിരിക്കണമെന്നുള്ളൊരു മനോഭാവം CPIക്കുണ്ട്. കാരണം ഒരു ഊന്നുവടിയില്ലാതെ നടക്കാൻ പോലും പറ്റാത്തൊരു പാർട്ടിയാണ് CPI കേരളത്തിൽ. ഒരു വാർഡ് വരെ കിട്ടൂല എന്ന് മത്സരിച്ചാൽ. CPMന്റെ സഹായത്തോടെ ജയിച്ച് വന്നിട്ടുള്ളവരാണ് ഈ മന്ത്രിമാരല്ല. അത് ഇവർ മറന്നു പോകുന്നു ചില സമയത്ത്. കുറെ ബുദ്ധിജീവികൾ കൂടുതലാണ്. അത് വിനോദത്തിലേക്ക് അറിയാവുന്ന പീതാംബരൻ, മറിച്ച് CPMന്റെ ആളുകളും CPIയുടെ സഹായം കൂടി ചെറുതെങ്കിലും ഉണ്ടായിട്ടില്ലേ അവരുടെ വിജയത്തിലും? ഇല്ല, അതെ, ഒരിക്കലും ഇല്ല. കാരണം ആ ഭൂരിപക്ഷം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോ അത്ര ചെറിയ പാർട്ടിയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർക്ക് ഈ 10-27 സീറ്റ് കൊടുത്ത് നിലനിർത്തിയിരിക്കുന്നത്? പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ, അതുകൊണ്ട് ഉദാരമായിട്ട് അങ്ങ് സംഭാവന ചെയ്യുന്നതാണോ? അത് ശരിക്കും പറഞ്ഞ വിവേകങ്ങളുടെ അടുത്ത് പുറത്തോട്ട് കളഞ്ഞാൽ ഒരു വിഷയവുമില്ല. കൂടുതൽ ആളുകൾ CPMലേക്ക് വരും. ശരി പീതാംബരൻ, പക്ഷെ അവരെ അങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ ജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്നേ എടുത്ത് കളയില്ലേ? ആരെങ്കിലും ഒരു പാർട്ടിക്ക് കൂടി ഇത്രയും 4 മന്ത്രിസ്ഥാനങ്ങൾ കൊടുത്ത് ഇത്രയേറെ സീറ്റുകളെ കൊടുത്ത് ആരെങ്കിലും ശക്തിയില്ലാത്തൊരു പാർട്ടിയെ നിലനിർത്തുമോ? ഞാൻ പറയുന്നത് ഇവരെല്ലാ കാര്യം വരുമ്പോൾ എളുപ്പമാണ്. എന്തൊരു രാഷ്ട്രീയം, എന്തൊരാവശ്യം ഒരു മുന്നണി നിൽക്കുമ്പോൾ അത് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ അവിടെ കൂടി ഇരുന്ന് ഓരോ നേതാക്കന്മാർ പറയുമ്പോൾ അത് മാറ്റുന്നത് അവരുകൂടി മുന്നണി ഉള്ളപ്പോൾ അവരോട് കൂടി ആലോചിച്ചിട്ട് വേണ്ട ഇങ്ങനെ ഒരു കരാറിൽ ഒപ്പിടാൻ. അത് ആലോചിച്ചിട്ടുണ്ടെന്നേ, ഇതൊക്കെ വെറുതെ പറയാൻ ആലോചിച്ചില്ല. അതെങ്ങനെയാണ്? ആരും ആലോചിച്ചില്ല. വളരെ കൃത്യമായിട്ടല്ലേ CPI മന്ത്രിമാർ വന്ന്, CPIയുടെ സംസ്ഥാന സെക്രട്ടറി വന്ന് പരസ്യമായി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. മന്ത്രി തന്നെ പറഞ്ഞല്ലോ, 2 മന്ത്രിസഭാ യോഗങ്ങളിൽ ഈ വിഷയം വന്നു, ഞങ്ങൾ അവിടെ ചർച്ച ചെയ്തപ്പോഴും എല്ലാം ഇവർ പറഞ്ഞത് പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്നല്ലേ പറഞ്ഞത്. അത് LDF തീരുമാനം എടുത്തില്ല എന്ന് LDF കൺവീനർ തന്നെ അംഗീകരിച്ചിട്ടില്ലേ? നമ്മുടെ വിദ്യാഭ്യാസ നയത്തിൽ സിലബസിൽ മാറ്റം വരുത്തേണ്ട കാലഘട്ടം കഴിഞ്ഞില്ലേ? അത് നല്ല രീതിയിൽ പോകണ്ടേ? കേന്ദ്രം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ എല്ലാ അതിനെ തള്ളി പറയുന്നത് ശരിയാണോ രാഷ്ട്രീയം നോക്കി? അത് CPIയെ സംബന്ധിച്ചിടത്തോളം CPMന്റെ കേന്ദ്ര കമ്മിറ്റിയും ഒക്കെ എടുത്ത നിലപാട് അങ്ങനെ അല്ലല്ലോ. അത് വെറുതെ പറയണേ. താങ്കൾ ഇങ്ങനെയൊക്കെ ന്യായീകരിച്ച് അതിന്റെ ഒരു തലമൊക്കെ വിട്ട് കളയരുത്. ഈ നേതാക്കളുടെ ഇതെല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇന്റർനെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം അവൈലബിൾ ആണ് ഇപ്പോഴും. CPMന്റെ നിലപാടും CPIയുടെ നിലപാടും ഇവരൊക്കെ പറഞ്ഞ വാക്കുകളും ഒക്കെ. അപ്പോൾ ഇങ്ങനെ ആളുകളെ ഈ പുതിയ കാലത്തൊക്കെ ഇങ്ങനെ ഇതെല്ലാം വെറുതെ പറയാണ്, മാധ്യമങ്ങളുടെ തലയിൽ ചാരി വെക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ പറയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. മാധ്യമങ്ങളെ ഞാൻ ഒരു കാലത്തും പറയില്ല. കാരണം അല്ല, ഞാൻ എന്തോ ആയിക്കോട്ടെ, ആരുടെ തലയിലായാലും വെച്ച് അങ്ങനെ പറയാൻ ഇതൊക്കെ ആളുകൾക്ക് ഇപ്പോൾ അറിയാനുള്ള സംവിധാനമാണ്. ശരി പീതാംബരൻ, ശ്രീമതി സബീനയാണ് തിരുവനന്തപുരത്ത് നിന്നാണ്. സബീന ഇന്നലെ പറഞ്ഞ വാചകങ്ങളൊക്കെ നമ്മുടെ ഇന്റർനെറ്റിൽ നന്നായി ഓടിക്കൊണ്ടിരിക്കുകയാണ്.
എന്തായാലും സബീനയ്ക്ക് എന്ത് തോന്നുന്നു ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്? സബീന ഇന്നലെ പറഞ്ഞൊരു നിലപാട് കൂടിയാണ്, ഇത് മരവിപ്പിക്കുക, അങ്ങനെ ഒരു അഭിപ്രായത്തിലൊക്കെ പോകാം, അങ്ങനെയൊക്കെ പരിഹാരം ഉണ്ടാക്കാം എന്ന് കൂടി പറഞ്ഞാണ്. എന്തായാലും ഇന്നിപ്പോൾ അത് സാധ്യമായിരിക്കുന്നു. എന്താണ് പറയാനുള്ളത്? അതെ, എനിക്കത് രാവിലെ അത് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായി. ആക്ച്വലി എന്റെ വാക്കുകൾക്ക് വരെ കുറച്ച് എന്താണ് കുറച്ച് സീരിയസ് ആയി എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പലരും പറയും പോലെ ഈ CPI ഇതിൽ നിന്ന് മോശമാക്കിയിട്ടൊന്നുമില്ല. അവരൊരു മുന്നണി രാഷ്ട്രീയമാണ്. മുന്നണി രാഷ്ട്രീയത്തിൽ ഒരു പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. ആ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ് അവർ ഓൾവേസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ പാർട്ടിക്ക്, ആ മുന്നണിക്ക് മൊത്തത്തിൽ സോഷ്യൽ കമ്മിറ്റ്മെന്റും ഉണ്ട്. ആ സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നതാണ് ഇവിടെ CPM അതിന് ഒരു കോംപ്രമൈസ് വന്നപ്പോൾ CPI അത് തിരിച്ചു പിടിച്ചത്. അപ്പൊ അവിടെ CPIക്ക് ശരിക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്, അവരുടെ തീരുമാനങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതൊരു ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ CPI അങ്ങനെ അടച്ചാക്ഷേപിച്ചോ അല്ലെങ്കിൽ കോർണർ ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. അവരൊരു ലെഗസി ഉള്ള ഒരു പാർട്ടിയാണ്, വളരെ പഴയ വളരെ വലിയ മഹാന്മാരൊക്കെ ഇരുന്നിട്ടുള്ള ഒരു പാർട്ടിയാണ്. അതിനെ നമ്മൾ എന്തിനാണ് അതിനെ ഈ കോർണർ ചെയ്ത് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് വലിയ ആൾക്കാരൊക്കെ അതിനകത്ത് ഒരുപാട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ്. അപ്പോൾ എനിക്ക് എന്റെ പേഴ്സണലി എടുക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ അതിനോട് ഒരുപാട് യോജിപ്പുള്ള ഒരു പാർട്ടിയും കൂടെയാണ്, LDFന്റെ ഒരു മുന്നണിയും കൂടെയാണ്. അപ്പൊ ഇതില് വേറൊരു വിഷയം എന്ന് വെച്ചാൽ ഈ ഫ്രീസ് ചെയ്തിരിക്കുന്ന MOU എന്ന് പറയുന്നത് ഒരു എഗ്രിമെന്റ് അല്ല. ഈ ആക്ച്വലി MOU ഫ്രീസ് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഞാൻ ഇന്നലെ പറഞ്ഞ വിത്ത്ഹോൾഡ് ചെയ്തിരിക്കുന്നു. അത് പോസിബിൾ ആണ്. ഇതൊരു പ്രിലിമിനറി സ്റ്റെപ്പാണ് ഫോർ ഇംപ്ലിമെന്റേഷൻ. അത് ഈ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിലുള്ള പ്രിലിമിനറി സ്റ്റെപ്പായിട്ടുള്ളതാണ്. ഇതൊരു ധാരണയാണ്. ഇറ്റ്സ് നോട്ട് ഉടമ്പടിയല്ല, എഗ്രിമെന്റ് അല്ല. ഇതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അത് മുഴുവൻ സ്ക്രൂട്ടനൈസ് ചെയ്ത് അതിനെ ശരിക്കും അതിനൊരു ഫൈനൽ സ്റ്റേജ് എത്തുമ്പോഴാണ് അതൊരു ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിലേക്ക് എത്തുന്നതും ആ ഇംപ്ലിമെന്റേഷൻ അതിനെ ബേസ് ചെയ്തിട്ടാണ് എഗ്രിമെന്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ഈ MOU എന്ന് പറയുന്നത് ഒരു എന്താണ് നോൺ ബൈൻഡിങ് ഡോക്യുമെന്റ് എന്നാണ് നോർമലി പറയാറ്. അത് ലീഗൽ ഒരു ബൈൻഡിങ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഒരു എഗ്രിമെന്റിനെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. അപ്പൊ എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതിലെ പല കണ്ടീഷൻസും വിത്ത് മ്യൂച്വൽ കൺസെന്റ് നമുക്കത് എടുത്തു മാറ്റാം, ഫ്രീസ് ചെയ്യാം, വിത്ത്ഹോൾഡ് ചെയ്യാം, ഈവൻ ഡെഫർ ചെയ്യാം. അപ്പൊ ഡെഫേർഡ് ഡിസിഷൻസ് അതിൽ ഓൾവേസ് ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇപ്പൊ ഫ്രീസ് ചെയ്യുകയും ഇതിൽ എന്തെങ്കിലും ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസ് നമുക്ക് ശരിക്കും നന്നായിട്ട് വെരിഫൈ ചെയ്യാം. വെരിഫൈ ചെയ്തിട്ട് ഇതിൽ എന്തെങ്കിലും നല്ല വശങ്ങൾ ഉണ്ടെങ്കിൽ ഞാനതിൽ നോക്കുമ്പോൾ എന്റെ ഇൻഫ്രാസ്ട്രക്ചർ, ഞാൻ പറയുന്ന TNFയുടെ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒരു ഇത് ക്രൈറ്റീരിയാസ് ഒക്കെ വരുമ്പോൾ അതൊക്കെ വളരെ നല്ലതായിട്ട് തോന്നുകയും ഈവൻ കരിക്കുലം മാത്രമാണ് ഇതിലുള്ള ഒരു ഡിസ്പ്യൂട്ട് പോയിന്റ് എന്ന് പറയുന്നത്. ആ ഡിസ്പ്യൂട്ട് പോയിന്റിൽ നമുക്ക് വേണമെങ്കിൽ പല ചേഞ്ചസ് വരുത്താം. ഇപ്പോ ഗവൺമെന്റിന് ഫണ്ട് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന എയ്ഡൻസ് ഇത് കാരണം സ്റ്റോപ്പ് ആകുന്നു എന്ന് കാണുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതിൽ പല വേരിയേഷൻസും വരുത്താം. പലതും വരുത്തിക്കൊണ്ട് നമുക്കിത് വേണമെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. അത് എല്ലാവർക്കും. പിന്നെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് ഞാൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഇത് എന്തുകൊണ്ട് അന്ന് നിർത്തിയെന്നും ഇത് എന്തുകൊണ്ട് ഇനി നടപ്പിലാക്കുന്നു എന്ന് ഇത് പഠിക്കാൻ പോകുന്ന ഒരു തലമുറ ഉണ്ട്. ഇതൊരു പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ് മാത്രമല്ല, ഇതിനൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇത് പ്രാവർത്തികമാക്കേണ്ട ഒരു തലമുറ ഇവിടെയുണ്ട്. ആ തലമുറ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട്. അത് CPM CPI തമ്മിലുള്ള ആ കമ്മിറ്റ്മെന്റ് പോലെയല്ല, ജനങ്ങളെയും കൂടെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് CPIയുടെ വിജയമാണോ CPMന്റെ വിജയമാണോ എന്നുള്ളതല്ല, നെക്സ്റ്റ് ലെവൽ എന്ന് വെച്ചാൽ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജ് അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ഇലക്ഷൻ ഇങ്ങനെ ഒന്നുണ്ടെങ്കിൽ അവര് സോഷ്യലി നമ്മുടെ ജനങ്ങളെ ഇത് പഠിക്കാൻ വിധിക്കപ്പെട്ട ഒരു തലമുറ ഇനി വരുന്നുണ്ട്, അവരെ ബോധ്യപ്പെടുത്തണം ഇത് ശരിയാണ് എന്നുള്ളത്. അതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് സബീന. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്ന്. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ വിളിയം ഭാർഗവന്റെയും CK ചന്ദ്രപ്പന്റെയും കാലത്തുണ്ടായിരുന്ന ഒരു CPI പോലെയല്ല ബിനോയ് വിശ്വത്തിന്റെ CPI എന്നൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ബിനോയ് തിരുത്തിയെന്ന് പറയാൻ കഴിയുമോ? ഇതിനു മുമ്പിൽ ഇപ്പം പറഞ്ഞല്ല, അതിനു മുമ്പിൽ പറഞ്ഞൊരു പ്രീവിയസ് ആയിട്ടുള്ള പറഞ്ഞൊരു കോളർ സാറ് പറഞ്ഞില്ലല്ലോ. സാർക്ക് നല്ല എക്സ്പീരിയൻസും സീനിയർ ജേർണലിസ്റ്റ് ആയതുകൊണ്ട് സാറ് അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അദ്ദേഹം സമ്മതിക്കുന്നില്ല. സാറ് പറഞ്ഞു CPIക്ക് ശക്തിയുണ്ട്. അച്യുത മേനോനെ പോലെ പ്രഗത്ഭനായിട്ടുള്ള നല്ല ഇന്റലിജന്റ് നല്ലൊരു മനുഷ്യനാണ്. എത്ര അതായത് CPIക്ക് കണ്ടമാനം വോട്ടേഴ്സ് ഉണ്ട് കേട്ടോ, കണ്ടമാനം വോട്ടർമാരുണ്ട്. അപ്പോ ശക്തി കുറഞ്ഞതൊന്നും അല്ല. അതായത് ഇവര് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ പോയി കഴിഞ്ഞാൽ ആ ശക്തി കാണാം.
സാർ അത് പറയുമ്പോൾ അദ്ദേഹം സമ്മതിക്കുന്നില്ല. അതങ്ങനെയാ വരിക, പൊളിറ്റിക്കലി അങ്ങനെയാ എല്ലാവരും വരിക. പിന്നെ ഈ വരവ് എപ്പോ അത് ഏത് ഗവൺമെന്റ് ആയാലും ശ്രദ്ധിക്കണം. അതായത് വരവ് കൂട്ടുക. എങ്ങനെയാ നമുക്ക് നികുതി കൊണ്ടോ നികുതി പിരിച്ചിട്ടോ എങ്ങനെയാന്ന്, ഇതല്ല. വരവ് കുറച്ചിട്ട് കണ്ടമാനം ചെലവാക്കി കഴിഞ്ഞാല് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഉറവുള്ള കിണറ്റിന്ന് വെള്ളം എടുക്കാൻ പോയി അത് ആ പഠിപ്പ് എത്തുന്നില്ല. അതാണ് 1500 കോടിക്ക് വേണ്ടിയിട്ടാ ഇവർ തന്ത്രം പ്രയോഗിച്ചിട്ടാ ചെയ്യുന്നത്. പക്ഷെ അതൊന്നും തന്ത്രം പ്രയോഗിച്ചാൽ സാറേ അവരെ പറയുന്ന പോലെ പഠിപ്പിക്കണ്ടേ? CBSE സിലബസിൽ അവര് പറയുന്നത് പോലെ തന്നെ അവര് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തന്നെ വരണം. ശ്രീ ദിവാരൻ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നലെ CPM വഴങ്ങേണ്ടി വരും എന്നല്ലേ, അങ്ങനെയല്ലേ ഇന്നലെ പറഞ്ഞിരുന്നത്? ഇന്നിപ്പോൾ അങ്ങനെ സംഭവിച്ചിരിക്കുന്നു അല്ലേ? അതെ, അങ്ങനെ സംഭവിച്ചിരിക്കുന്നില്ല സർ. പറഞ്ഞോളൂ. കേൾക്കാമോ സർ? കേൾക്കാൻ, പറഞ്ഞോളൂ. താങ്കൾ ഇന്നലെ CPM വഴങ്ങേണ്ടി വരും എന്നല്ലേ പറഞ്ഞത്? റൈറ്റ്. പക്ഷെ അത് തെറ്റാണ്. അത് ശരിയായില്ലല്ലോ. അവർ കീഴടങ്ങിയില്ലേ? ആര് CPM വഴങ്ങേണ്ടി വരുമെന്നല്ലേ ഇന്നലെ താങ്കൾ പറഞ്ഞത്? പറഞ്ഞു. പക്ഷെ CPI കീഴടങ്ങിയില്ലേ? ഞാൻ പറഞ്ഞത് നേരെ എതിരായി പോയില്ലേ? അതെങ്ങനെയാണ്? CPM കീഴടങ്ങിയതാണ്, CPI കീഴടങ്ങിയതാണ്. അല്ലാതെ ഇപ്പൊ ഉപസമിതിയൊക്കെ വെച്ചിട്ട് മരവിപ്പിച്ചിട്ട് CPM ഈ ഒപ്പിട്ട കരാർ റദ്ദാക്കി നിർത്തുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് അഭിപ്രായമില്ല. താൽക്കാലികമായി ഉണ്ടാകുന്ന ഒരു പ്രതിഭാസത്തെ അടക്കി നിർത്താൻ മാറ്റിയുള്ള ഒരു തന്ത്രം മാത്രമാണ് ഈ CPIM മുന്നോട്ടെടുത്ത നിലപാടിന്ന് പിന്നോട്ട് പോകത്തില്ല. തൽക്കാലം ചില പ്രഷറുകളുണ്ട്, അതിനു വേണ്ടിയിട്ട് താൽക്കാലിക സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏതൊക്കെ വിക്രിയയിൽ എന്തൊക്കെ തന്ത്രങ്ങൾ പ്രയോഗിച്ച് CPI പുറത്താക്കി ഭരണം നിലനിർത്താം എന്നൊരു ഐഡിയ CPIM വരുവാണെങ്കിൽ വീണ്ടും CPIM പൂർവാധികം ശക്തിയോടുകൂടി ഇതിനെ അനുകൂലിച്ച് പുറത്തു വരും. അപ്പം CPI പുറത്തു പോവേണ്ടി തന്നെ വരും. CPI ഇത് പഞ്ചനയിപ്പെട്ടിരിക്കുവാണിപ്പോ. അതാണ് ഇതിന്റെ ഉള്ളിൽ വേറൊരു പ്രശ്നം നടക്കുന്നുണ്ട് ജോസ് കെ മാണിയുടെ. കാരണം മുന്നണി 2ാം സ്ഥാനത്ത് വരുവാൻ ജോസ് കെ മാണി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അതങ്ങനെ നടക്കുന്ന കാര്യമാണോ? 2ാം സ്ഥാനത്തൊക്കെ CPIയുടെ പകുതി പോലും ഇല്ലാത്ത ഒരു പാർട്ടി 2ാം സ്ഥാനത്ത് വരിക എന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കുന്ന ഒരു കാര്യമേ അല്ലല്ലോ. അല്ല, CPI പോയി കഴിഞ്ഞാൽ പിന്നെ ജോസ് കെ മാണിയാണല്ലോ അവിടെ 2ാം സ്ഥാനം വരിക. CPI പോയാലല്ലേ കേരളത്തിലെ 140 മണ്ഡലങ്ങളുള്ളപ്പോൾ 23 സീറ്റുകൾ മത്സരിക്കുന്ന CPIയും കഴിഞ്ഞ തവണ ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടി അധികമായി നൽകിയ സീറ്റ് എല്ലാം ചേർത്ത് 12 സീറ്റിൽ മത്സരിച്ച ജോസ് കെ മാണിയും തമ്മിൽ എങ്ങനെയാണ് കമ്പയർ ചെയ്യാൻ കഴിയുക? കമ്പയർ ചെയ്യാൻ പറ്റും. CPI ഒറ്റക്ക് നിന്നാൽ ഒരു സീറ്റ് കിട്ടുമോ? ജോസ് കെ മാണി ഒറ്റക്ക് നിന്നാൽ കോട്ടയം ജില്ലയിൽ ഒരു സീറ്റ് കിട്ടും. ജോസ് കെ മാണി ഒറ്റയ്ക്ക് നിന്നാലും അവിടെ ഒരു സീറ്റും കിട്ടുമോ? ഇല്ലല്ലോ. കിട്ടും, കോട്ടയത്ത് കിട്ടും. പക്ഷെ ഏത് സീറ്റാണ് കിട്ടുന്നത്? അങ്ങനെ ജോസ് കെ മാണി ഒറ്റയ്ക്ക് നിന്ന് പാരാ പോലും ജയിക്കാൻ കഴിഞ്ഞില്ല, പിന്നല്ലേ? അതൊക്കെ ആയിക്കോട്ടെ. CPIയും ബാലകൃഷ്ണൻ, താങ്കൾക്ക് ആ സ്ഥലമൊക്കെ അറിയാവുന്ന ആളാണല്ലോ. താങ്കൾക്ക് ഈ കോട്ടയത്തെ ഏത് സീറ്റിലാണ് ഈ ജോസ് കെ മാണി ഒറ്റയ്ക്ക് നിന്നാൽ ജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റ് ഉള്ളത്? എനിക്ക് എന്റെ അറിവിൽ അങ്ങനെ ഒരു സീറ്റ് ഇല്ല. 2ാം സ്ഥാനത്ത് വരാൻ കഴിയുന്ന തന്നെ ഒരു സീറ്റ് എന്റെ അറിവിൽ എന്തായാലും ഇല്ല. ജോസ് കെ മാണി CPIക്ക് ഒരു സീറ്റ് പോലും 140 കിട്ടൂല. അല്ല, അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ചത് താങ്കൾ CPIക്കാൾ മെച്ചമാണ് ജോസ് കെ മാണി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ജോസ് കെ മാണിക്ക് അങ്ങനെ ജയിക്കാൻ കഴിയുന്ന ഏത് സീറ്റാണ് താങ്കൾ പറയൂ? 2ാം സ്ഥാനത്ത് എത്തുവോ ജോസ് കെ മാണി? 2ാം സ്ഥാനത്ത് ഏത് സീറ്റിലേക്ക്? അവിടെ LDF UDF മത്സരിക്കുകയും ജോസ് കെ മാണി മത്സരിക്കുകയും BJP മത്സരിക്കുകയും ചെയ്താൽ ജോസ് കെ മാണിക്ക് എവിടെയെങ്കിലും 2ാം സ്ഥാനത്ത് പോലും എത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും സീറ്റിൽ. അതൊക്കെ കിട്ടും. CPIക്ക് കേരളത്തിൽ 140 കെട്ടിവെച്ചതിൽ എവിടെയും കിട്ടൂല. CPI വലിയ സംഭവം ഒന്നല്ല. മുന്നണിയുടെ പുറത്തുകാർക്ക് വലിയ ആളാവുന്നതാണ്. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ ബാലകൃഷ്ണൻ, നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് കൊണ്ടുണ്ട്. ശ്രീ ഗോപകുമാറാണ്. ഗോപകുമാർ പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഗോപകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ ഇതൊരു CPIയുടെ വിജയമാണോ അതോ CPMന്റെ വിജയമാണോ അതോ എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? നമസ്കാരം. ഇത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഒരു കാരണവശാലും CPIന്റെ കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. മൂപ്പര് പറഞ്ഞ നേരത്തെ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ പറഞ്ഞതിനോട് എനിക്ക് കുറച്ച് എതിർപ്പൊക്കെ ഉണ്ട്. ജോസ് കെ മാണി 2ാം സ്ഥാനത്തേക്ക് വരുമൊന്നുമില്ല. ജോസ് കെ മാണിക്ക് അവിടെ കോട്ടയത്തുള്ള കേരളത്തിൽ എവിടെ നിന്നാലും ഒരു സീറ്റിൽ പോലും ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയില്ല. അതിനോട് എനിക്കൊരു എതിരഭിപ്രായമുണ്ട്. പക്ഷെ CPI കാണിക്കുന്നത് ഈ കോപ്രായം എങ്ങനെയാലും അംഗീകരിച്ചേ പറ്റൂ. ഇന്നല്ലെങ്കിൽ നാളെ അംഗീകരിച്ചേ പറ്റൂ. നരേന്ദ്രമോദി അങ്ങനെ ഒരു പദ്ധതി ഇറക്കിയിട്ടുണ്ടെങ്കിൽ, ആ PM ശ്രീ പദ്ധതി ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ പദ്ധതിയില് CPM അല്ല എല്ലാ നാളേക്ക് സ്റ്റാലിൻ നിയമ നടപടി നേരിട്ടുകൊണ്ട് നിയമത്തിൽ കോടതിയിൽ പോയിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ആയാലും ഇത് അംഗീകരിച്ചേ പറ്റുള്ളൂ. ഇതൊക്കെ താൽക്കാലിക രാഷ്ട്രീയ വിജയത്തിന് വേണ്ടിയിട്ട് അവർ കൊമ്പ് കൊടുക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ മറക്കാൻ വേണ്ടിയിട്ട് കൊമ്പ് കൊടുക്കുന്ന ഒരു വിഷയമായിട്ട് എനിക്കിതിനെ പറ്റി പറയാനുള്ളൂ. അങ്ങനെ ഇപ്പൊ തമിഴ്നാടിനെ പോലുള്ള സർക്കാരും
ബംഗാളിനെ പോലെ സർക്കാരും ഒക്കെ ഇത് അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇന്ന് ഞാൻ പറയുന്നില്ല, ഉടനടി ഇപ്പൊ ഇന്ന് നാളെ എന്ന് പറയുന്നില്ല. അപ്പൊ ആകെയുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഈ കാര്യങ്ങൾ അല്ല അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ തമിഴ്നാടിന്റെയും കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായി തമിഴ്നാടിനായാലും ബംഗാളിനായാലുമുള്ള പ്രത്യേകത അവർക്ക് രണ്ടുപേർക്കും ഈ പറയുന്ന പോലെ ഇവരുടെ ഒരു 1000 കോടിയോ 2000 കോടിയോ കട്ട് ചെയ്യുമെന്നൊന്നും പറഞ്ഞ് അവരെ പേടിപ്പിച്ചാൽ അങ്ങനെ അവർക്ക് ഭയപ്പെടേണ്ട കാര്യമുള്ള സംസ്ഥാനമല്ല. അവർക്ക് നമ്മളെക്കാളൊക്കെ എത്രയോ വരുമാന സ്രോതസ്സുള്ള സംസ്ഥാനങ്ങളാണ്, പ്രത്യേകിച്ച് തമിഴ്നാട്. അവിടെ ചെന്ന് ഇവർ 2000 കോടി ഞങ്ങൾ തരില്ല എന്നൊക്കെ പറഞ്ഞാൽ തമിഴ് രാഷ്ട്രീയത്തിന്റെ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ശക്തി അറിയാമല്ലോ. അവര് നേരെ അതൊന്നും അംഗീകരിക്കാനും തയ്യാറാവുന്നവരാണോ? കേക്കോ, ഒരു മിനിറ്റ് കേക്കോ. ഞാൻ തമിഴ്നാട്ടിലാണ്, സ്ഥിരമായിട്ടുള്ള ആളാണ്. എനിക്ക് അതിനെപ്പറ്റി ദ്രാവിഡ രാഷ്ട്രീയത്തിനെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരാളിനെ. ഞാൻ പാലക്കാടാണ് താമസം, പക്ഷേ തമിഴ്നാട്ടിലാണ് നമ്മുടെ ഉപജീവന മാർഗം. അത് കാരണം കൊണ്ട് സ്റ്റാലിന്റെ കാര്യം എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ്. സ്റ്റാലിന് അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ട് ഇതിനെ വേണ്ടിയിട്ട് ആദ്യം ഹിന്ദി രാഷ്ട്രഭാഷ പറഞ്ഞിട്ട് ആ പറ്റില്ല, 2 ഭാഷ പറഞ്ഞ ദ്വിഭാഷ, അതിൽ കുറെ ഓട്ടം കറങ്ങി അവസാനം കീഴടങ്ങേണ്ടി വരും. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. എന്തായാലും നമുക്ക് ചില യൂട്യൂബിലെ കമന്റുകൾ കൂടി വളരെ വേഗത്തിൽ വായിക്കേണ്ടതുണ്ട്. ഷിജു കിരിയത്ത്, നമസ്കാരം കിരൺ എന്ന് പറയുന്നു. നോ ഈഗോ ബിറ്റ്വീൻ ബോത്ത് ദാറ്റ് ഹൗ ദേ ഗോട്ട് കോംപ്രമൈസ്ഡ് എന്ന് പറയുന്നു ഷിജു കിരിയത്ത്. മോഹൻ പറയുന്നു സംസാരത്തിലല്ലോ പ്രവൃത്തിയിലല്ലേ കാര്യമെന്ന് പറയുന്നു. ശിവശങ്കർ പറയുന്നു LDFന്റെ വിജയം, CPMന്റെ വിജയം, പിണറായി സഖാവിൻ്റെ വിജയം, CPIയുടെ ജയം, ആരാണ് പരാജയപ്പെട്ടത് എന്ന് ചോദിക്കുന്നു. നമ്മൾക്കറിയില്ല, തർക്കങ്ങൾ ഉണ്ടായത് അവർ തമ്മിലാണ്, അല്ല നമ്മളുമായിട്ട് ബന്ധപ്പെട്ടല്ല തർക്കങ്ങൾ. കരാർ ഒപ്പിട്ടതാണെങ്കിൽ അത് കേന്ദ്രം കൂടി വിചാരിക്കണം, റദ്ദാക്കണമെങ്കിൽ. ഇവിടെ തോറ്റത് ജനങ്ങളും ചാനലുകാരുമാണ് എന്ന് പറയുന്നു. ചാനലുകാർക്ക് ജയവും തോൽവിയും ഒന്നുമില്ല ശ്രീ സുനിൽകുമാർ. ഞങ്ങൾ നാട്ടിലുണ്ടാകുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ജയിച്ചാലും തോറ്റുന്നതും ഞങ്ങളുടെ വിഷയമല്ല. ഇത് വെറും ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണ് എന്നും സുനിൽകുമാർ പറയുന്നു. ജയകുമാർ, നമസ്കാരം സുനിൽ, എവിടെയായിരുന്നു 2 ദിവസം എന്നൊക്കെ ചോദിക്കുന്നു. പിന്നീട് അവർ തമ്മിലുള്ള ചില സംസാരങ്ങളൊക്കെയാണ്. ജോസ്മോൻ്റെ മനസ്സിൽ ലഡു പൊട്ടിയതായിരുന്നു എന്നൊക്കെ സുനിൽകുമാർ പറയുന്നുണ്ട്. മറ്റു ചില ആളുകളൊക്കെ അന്വേഷിക്കുന്നുണ്ട്, അവരൊന്നും എത്താത്തത് എന്താണ്. ശ്രീ അജയകുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന്. ശ്രീ അജയകുമാർ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ CPI ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നു, പക്ഷേ അത് അംഗീകരിക്കില്ല എന്നുള്ള ഒരു പൊതു നിലപാട് CPM സ്വീകരിക്കുന്നു. പക്ഷേ എന്തായാലും ഒടുവിൽ അവർ മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നൊക്കെ പറയുന്നു. CPMൻ്റെയും CPIയുടെയും കേന്ദ്ര നേതൃത്വമൊക്കെ ഇടപെടുന്നു. അങ്ങനെ ഒടുവിൽ CPIയുടെ അവരുടെ നിലപാടിന് വഴങ്ങേണ്ടി വരുന്നു CPMന്. എന്തായിരിക്കും കാരണം? ഈ വഴങ്ങേണ്ടി വന്നു പറയുമ്പോൾ അങ്ങനെ വഴങ്ങേണ്ടി വന്നതായിട്ട് കൃത്യമായി എന്തെങ്കിലും മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനുണ്ടോ? കാരണം ഇവർ MOU സൈൻ ചെയ്തിട്ടുണ്ട്. ഇവർ MOU വിഡ്രോ ചെയ്യുകയാണോ അതോ അതിനകത്തിൽ വിഡ്രോ ചെയ്യാൻ കഴിയില്ല. MOU തൽക്കാലം മരവിപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അതിൽ കൂടുതൽ സമയം വേണം എന്ന് പറഞ്ഞ് കത്ത് കൊടുക്കാനാണ് കഴിയുന്നത്. അതാണ് ചെയ്യാൻ പോകുന്നത്. അതിപ്പോ നമുക്ക് ഇപ്പോഴും അറിയത്തില്ല MOUയിലെ കണ്ടന്റ് എന്താണെന്ന്. MOUയുടെ കണ്ടന്റ് നമുക്കറിയാം. MOUയുടെ കണ്ടന്റ് പരസ്യമായ ഇതാണ്. അതിൽ നമുക്ക് ആ കണ്ടന്റ് ഒക്കെ പുറത്തു വന്നതാണ്. അതൊക്കെ അപ്പൊ ആ കണ്ടന്റ് പ്രകാരം നമുക്കത് മരവിപ്പിക്കാനോ നീട്ടിവെക്കാനോ പറ്റുമെന്നുണ്ടെങ്കിൽ ഫൈൻ, അത് അവർ ചെയ്യുമത്. പക്ഷേ അവർ ഈ പ്രൊജക്റ്റുമായിട്ട് തന്നെ മുൻപോട്ട് പോകും. ഇത് തൽക്കാലം രണ്ടുപേരുടെ ഈഗോ, പ്രത്യേകിച്ച് CPIയുടെ ഈഗോ ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടി തൽക്കാലം അതായത് തൽക്കാലം MOU മരവിപ്പിക്കുന്നത് തൽക്കാലം ഇവരുടെ ഈ ചാട്ടം ഒന്ന് സബ്സിഡൈസ് ചെയ്യാൻ ചെയ്തൊരു കാര്യമായിട്ട് ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. ഇനി രണ്ടാമത്, ഏത് ഫണ്ടാണ് ഈ PM3 നടപ്പാക്കാത്ത സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാതിരുന്നതെന്ന് കൂടി വിശദമായിട്ട് അവർ പറയണം. കാരണം കേന്ദ്രത്തിന്റെ മറ്റുള്ള എല്ലാ പദ്ധതികളും സർവശിക്ഷാ അഭിയാനും ടീച്ചർ എഡ്യൂക്കേഷൻ സ്കീം, പിന്നെ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ, ഇതൊക്കെ പറയുന്ന ഫണ്ടുകളെല്ലാം കൃത്യമായിട്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും PM3 നടപ്പാക്കിയാലും ഇല്ലെങ്കിലും കൊടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ളത് ബൈൻഡിങ് റൂൾസ് ഉള്ളതാണ്. ശ്രീ അജയകുമാർ, പക്ഷെ അങ്ങനെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. PM3 ഒരു മിനിറ്റ് അജയകുമാർ, PM3യിൽ ഒപ്പിടാത്തതിന്റെ പേരിൽ SSKയ്ക്കുള്ള ഫണ്ട്, സർവശിക്ഷാ അഭിയാനുള്ള ഫണ്ട് കേന്ദ്ര സർക്കാർ നൽകുന്നില്ല. കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകാതിരിക്കുന്നത് കാരണം ഈ ട്രെയിനർമാരായ 6000-ഓളം ആളുകളൊക്കെ കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ പണിയെടുക്കുന്നുണ്ട്. അവരുടെ ശമ്പളം പോലും, എന്നിട്ട് അതിലെ ബാക്കി അവർ പ്രോജക്റ്റുകളൊക്കെ ചെയ്യേണ്ടത്, അതടക്കം മുടങ്ങുന്ന അവസ്ഥയുണ്ടായിട്ട് പലതവണ ശമ്പളം മുടങ്ങുന്നു. അതിനുശേഷമാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. സംസ്ഥാന സർക്കാർ തന്നെ ഈ ബാധ്യത മുഴുവൻ വഹിക്കേണ്ടി വരുന്നൊരവസ്ഥ, സാമ്പത്തികമായി ഞെരുങ്ങിയിരിക്കുന്നൊരു സംസ്ഥാനത്തെ ഞങ്ങളുടെ PM3യിൽ ഒപ്പിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മറ്റു ഫണ്ട് ഞങ്ങൾ തരില്ല എന്ന് പറഞ്ഞ വാശി പിടിച്ചു നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ. അത് ശരിയാണോ തെറ്റാണോ? ഇതിന് കോടതിയിൽ പോയി ഇനി അത് ഏത് കാലത്ത് അംഗീകരിച്ചു വരാനാണ് എന്ന ചോദ്യമൊക്കെ ഉണ്ട്. അത് ഇവര് കോടതി പോയി അതിനകത്ത് നിന്ന് ഒരു വെർഡിക്റ്റ് വരാതെ പറ്റത്തില്ല. കാരണം അതൊക്കെ കഴിയുമ്പോഴേക്കും ഈ സർക്കാരിന്റെ കാലാവധി കഴിയും. കോടതിയിലൊക്കെ പോയി ഒരു തീരുമാനം ഉണ്ടായി വരണമെങ്കിൽ ഏത് കാലത്താണെന്ന് അറിയാമല്ലോ താങ്കൾക്ക്.
വേറെ 2 സർക്കാരുകൾ ഉണ്ടല്ലോ, തമിഴ്നാടും ഉണ്ട്, ബംഗാളും ഉണ്ടല്ലോ. ആ 2 സർക്കാരുകളെ സംബന്ധിച്ച് മറ്റു പ്രത്യേകത സാമ്പത്തികമായി അങ്ങനെ കേന്ദ്രത്തിന്റെ ഒരു 1000 കോടിയോ 2000 കോടിയോ ഒന്നും കാണിച്ച് വെല്ലുവിളിക്കാൻ കേരളത്തിന് വേണമെങ്കിൽ തിരിച്ച് വെല്ലുവിളിക്കാൻ കഴിയില്ല. കേരളത്തിന് 2 ലക്ഷം കോടിയാണെങ്കിൽ തമിഴ്നാടിന് 4.5 ലക്ഷം കോടിയാണ് അവരുടെ വാർഷിക ബഡ്ജറ്റ്. നമ്മളെക്കാൾ ഒരുപാട് വരുമാനമുള്ള സംസ്ഥാനമാണ്. അവർക്ക് ഇത് തിരിച്ച് വെല്ലുവിളിക്കാനുള്ള ശേഷി നമ്മളെക്കാൾ കൂടുതൽ സാമ്പത്തികമായിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. രാഷ്ട്രീയമായിട്ടല്ല ഞാൻ പറയുന്നത്, സാമ്പത്തികമായിട്ടുണ്ട്. ഈ രാജ്യത്തെ 28 സംസ്ഥാനത്തില് 2 സംസ്ഥാനങ്ങളെ ഉള്ളു നടപ്പാക്കാത്തത്. അതിലൊന്ന് നമ്മളോടാകണമെന്ന് നമുക്ക് പിടിവാശി ഉണ്ടെങ്കിൽ അത് നല്ലതാണത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഇത് അനുഭവിക്കാൻ പോകുന്നത് കേരളത്തിലെ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവരെയാണ് ഇത് അനുഭവിക്കാൻ പോകുന്നത്. കാരണം കാശുള്ളവര് അവരുടെ കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ അടുത്ത സംസ്ഥാനങ്ങളിലോ വിദേശത്തോ അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നുമില്ല ശ്രീ അജയ്കുമാർ. കേരളത്തിലെ സർക്കാർ വിദ്യാലയങ്ങളൊക്കെ ഇവർ ഈ PMC നടപ്പാക്കിയ മറ്റ് സംസ്ഥാനങ്ങളിലെ സർക്കാർ വിദ്യാലയങ്ങളുമായി കമ്പയർ ചെയ്യാൻ പോലും കഴിയാത്ത തരത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യവും മറ്റു സൗകര്യങ്ങളും ഒക്കെ ഉള്ള സ്കൂളുകളാണ് കേരളത്തിൽ. അങ്ങനെ കേരളത്തിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ കൊള്ളാവുന്ന സ്കൂളിൽ കുട്ടിയെ വിടാൻ എന്റെ പഞ്ചായത്തിലോ എന്റെ താലൂക്കിലോ കൊള്ളാവുന്ന ഒരു സ്കൂളില്ല എന്നൊരവസ്ഥ കേരളത്തിലെ ഒരു താലൂക്കിലുമില്ല. നോക്കൂ ഇച്ചിരി കിട്ടിയാൽ നല്ലതാണ്, കുറച്ചുകൂടി കിട്ടിയാൽ നല്ലതാണ്. പക്ഷെ അതുകൊണ്ട് അനുഭവിക്കുമെന്ന് പറയത്തക്ക ഇതിലുള്ള ദൗർബല്യമൊന്നും ഇല്ല. അപ്പോൾ UP-യിലാണെങ്കിൽ ശരിയാണ്, അങ്ങനെയൊക്കെയുള്ള സ്കൂളുകളൊക്കെ ഉണ്ട്. കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ മെച്ചപ്പെട്ട സ്കൂൾ സൗകര്യം എല്ലാ താലൂക്കിലും എന്തായാലും ഒരു പഞ്ചായത്തിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ കുറവുണ്ടെങ്കിൽ ഒരു താലൂക്കിൽ എന്തായാലും മികച്ച 2, 3, 4 സ്കൂളുകൾ, സർക്കാർ സ്കൂളുകൾ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകൾ ഉണ്ട് കേരളത്തിൽ. കിരണേ, കേരളത്തിൽ അതുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അതിനോട് നമ്മളെല്ലാം ഒരുപോലെ അഭിമാനിക്കുന്നു. പക്ഷെ ഇല്ല എന്നുള്ളൊരു വസ്തുത കൂടി താങ്കളൊന്ന് മനസ്സിലാക്കൂ. കാരണം ഇത് കേവലം ഒരു സംസ്ഥാനത്തിരുന്നു കൊണ്ട് മാത്രം ചെയ്യുന്നതല്ല. ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരു പ്രത്യേക സ്കീമിന്റെ കീഴിൽ കൊണ്ടുവന്ന് ഇന്ത്യയിൽ മുഴുവൻ നടപ്പാക്കുമ്പോൾ അതിനകത്ത് RSSന്റെയോ അല്ലെങ്കിൽ BJPയുടെയോ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെയോ എന്തോ അജണ്ട. ഇപ്പൊ ഫോർ ഇൻസ്റ്റന്റ് നമ്മുടെ കാശ്മീരിൽ അവർ 3ാമത്തെ ഭാഷയായിട്ട് എടുത്തിരിക്കുന്ന ഉറുദുവാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? കാശ്മീർ പഠിക്കുന്ന BJP അല്ലല്ലോ, അവർ ഉറുദുവാണ് എടുത്തിരിക്കുന്നത്. തമിഴ്നാട് പറഞ്ഞു ഞങ്ങൾക്ക് 3ാമത്തെ ഭാഷ പഠിപ്പിക്കാൻ വയ്യ, ഹിന്ദി ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ പഠിപ്പിക്കണ്ട, 2 ഭാഷ പഠിപ്പിച്ചു. അപ്പൊ ഈ കാര്യങ്ങളിലെല്ലാം PM-ന്റെ ഫോട്ടോ വെക്കത്തില്ല, വെക്കണ്ടെന്ന് ആർക്കും നിർബന്ധം, ഒരു നിർബന്ധവും ഇല്ല. എല്ലാം ഫൈൻ ട്യൂൺ ചെയ്ത് ലാസ്റ്റ് കൊണ്ടുവന്ന പ്രകടനമാണ്. ഇവർ ഭാവിയിൽ എന്താണ് ഹിന്ദു അജണ്ട വരും. എന്തൊക്കെയാ ഭാവിയിൽ അത് വരുമ്പോൾ അന്നേരം എതിർക്കൂ. അങ്ങനെ എതിർക്കാൻ കഴിയുന്ന ശ്രീ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് ഒരു ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി RSSന്റെ ഏതെങ്കിലും വിദ്യാഭ്യാസ വിചക്ഷണമൊന്നുമല്ല, RSS തയ്യാറാക്കിയതാണ് ഈ അജണ്ട എന്നാണ് CPM-ന്റെയും CPI-യുടെയും ഔദ്യോഗികമായ കേന്ദ്ര കമ്മിറ്റിയുടെ സ്റ്റാൻഡ്. ആ പാർട്ടികളുടെ സ്റ്റാൻഡ് അങ്ങനെ ആകുമ്പോൾ ആ പാർട്ടികൾക്ക് ആ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്ത് മറിച്ചൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയും. അതുകൊണ്ട് അതിനെ അവർക്ക് അംഗീകരിക്കണമെന്നൊക്കെ പറഞ്ഞാൽ കഴിയുന്ന കാര്യമാണ് അല്ലല്ലോ. അല്ല, ഈ 28 സംസ്ഥാനങ്ങളിലെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ പങ്കെടുത്ത 1000-ൽ കൂടുതൽ രാഷ്ട്രീയ പാർട്ടികളുണ്ട് 28 സംസ്ഥാനങ്ങളിലുമായിട്ട്. അതിലൊന്നാണ് CPI. ഈ ഒരു CPI 28 സംസ്ഥാനങ്ങളിലെ ആയിരക്കണക്കിന് സംസ്ഥാന പാർട്ടികളിലെ ഒരു സംസ്ഥാന പാർട്ടിയായ CPI കേരളത്തിലെ എഡ്യൂക്കേഷൻ സംവിധാനത്തെ തകർക്കാൻ വേണ്ടി അവര് മുന്നണിയിൽ നിന്ന് ഇറങ്ങിപ്പോകും എന്ന് പറഞ്ഞ് CPM-നെ മുൾമുനയിൽ നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റില്ല. അവര് കേരളത്തിലെ എഡ്യൂക്കേഷൻ സംവിധാനത്തെ തകർക്കും എന്നുള്ള നിലപാടൊന്നും CPI എവിടെയും സ്വീകരിച്ചതായിട്ട് ഏത് തരത്തിൽ നിന്ന് CPI-യുടെ ശത്രുക്കൾക്ക് പോലും അങ്ങനെ പറയാൻ തോന്നില്ല. സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയെന്നോ CPM-നെ പ്രതിസന്ധിയിലാക്കിയെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അല്ലാതെ അങ്ങനെ ഒരു നിലപാട് അവർ എഡ്യൂക്കേഷൻ സംവിധാനത്തെ തകർക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതൊരു കടന്ന കൈയായി പോകും. ശ്രീ അജയ്കുമാർ, ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ അതൊരു CPI ഒരു നിലപാട് സ്വീകരിക്കുന്നു, ആ നിലപാടിലേക്ക് CPM-നെ എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണോ, അതോ ഇതൊരു താൽക്കാലിക തീർപ്പ് മാത്രമാണോ, അതോ CPI വഴങ്ങിക്കൊടുക്കുകയായിരുന്നു? എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? കിരൺ സാർ, ഈ വിഷയം നമ്മൾ മുമ്പ് സംസാരിച്ചിരുന്നതാണ്. അതെ, 2 തവണ ചർച്ച ചെയ്തതാണ്. അതെ സാർ, അതായത് CPM-ഉം ഇവർ രണ്ടുപേരും കൂടെ മരയിപ്പിച്ചു കഴിഞ്ഞാൽ സാർ ഫണ്ട് കിട്ടില്ല എന്നർത്ഥം. അപ്പോ ഇവർ രണ്ടുപേരും കൂട്ടായിട്ട് ഫണ്ട് വാങ്ങുകയും തമിഴ്നാടിനോടൊപ്പം എന്ന് വെച്ചാൽ ഒരു ഒത്തുതീർപ്പിന് സാറ് പറഞ്ഞതുപോലെ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ കേസിന് പോയി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ യഥാസമയം വിധി കിട്ടില്ല. സാർ, നമുക്ക് ഒത്തുതീർപ്പ് എന്ത് പ്രശ്നങ്ങൾക്കും ഒത്തുതീർപ്പിന് വേണ്ടി ശ്രമിക്കാമല്ലോ. അതിൽ ചില വിട്ടുവീഴ്ചകൾക്ക് കേന്ദ്രം തയ്യാറാകുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. സാർ, കേരളത്തിലെ ഇപ്പോഴത്തെ പൊതുകടം സാറിന് അറിയാമല്ലോ. ആ വിഷയം ഒരു ദിവസം സാർ ചർച്ച ചെയ്യണം. ഏതായാലും ശരി, നമുക്ക് എന്ന് വെച്ചാൽ ഫണ്ട് അത്യാവശ്യമാണ്, കേരളത്തിന് ഫണ്ട് അത്യാവശ്യമാണ്. ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി ഒത്തുതീർപ്പിലൂടെ ഈ ഫണ്ട് വാങ്ങണമെന്ന് തന്നെയാണ് ഒരു പൗരൻ എന്നുള്ള രീതിയിൽ എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ പ്രദീപാണ്, ന്യൂയോർക്കിൽ നിന്നാണ്. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ CPI അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുകയും ആ നിലപാടിലേക്ക് CPM-ഉം സംസ്ഥാന സർക്കാരും ഒക്കെ എത്തിക്കാനും കഴിഞ്ഞു എന്നതാണോ, അതോ മറിച്ചാണോ?
നമസ്കാരം കിരൺ. നമസ്കാരം. കിരണേ, ഈ ഹിന്ദുത്വം എന്ന് പറഞ്ഞ താങ്കൾ സമയം കിട്ടുമ്പോഴെല്ലാം വായിലെടുത്തിട്ട് അലക്കി കറക്കി തലവഴി കമത്താറുണ്ടല്ലോ. താങ്കൾക്ക് ഹിന്ദുത്വയുടെ നിലവിൽ പ്രശ്നമുണ്ടോ? എനിക്ക് ഒരു തരത്തിലെ വർഗീയതയോടും ഭൂരിപക്ഷ വർഗീയതയോടും ന്യൂനപക്ഷ വർഗീയതയോടും ഒരു തരത്തിലും താല്പര്യമില്ല എന്ന് മാത്രമല്ല, ഒരു തരത്തിലെ വർഗീയത മനുഷ്യനെ മനുഷ്യനായി കാണണം എന്ന് പഠിച്ച മനുഷ്യനാണ് ഞാൻ. എനിക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ ഇനി ആര് വർഗീയത പറഞ്ഞാലും ആ വർഗീയത അംഗീകരിക്കാൻ കഴിയില്ല. അതെന്റെ നിലപാടാണ്. അല്ല, പക്ഷേ താങ്കളുടെ ഇതുവരെയുള്ള ചർച്ചകൾ നോക്കിക്കഴിഞ്ഞാൽ ന്യൂനപക്ഷത്തിന്റെ വിഷയം വരുമ്പോൾ അങ്ങനെയുള്ള താങ്കൾ അത്തരം ചർച്ചകൾ കാണാത്തത് എന്റെ കുറ്റമല്ല. അല്ല, താങ്കളെ പൊതുവെ പറയാറില്ല. അതവിടെ താങ്കൾക്ക് സെലക്റ്റീവായി തോന്നുന്നത് മാത്രം താങ്കൾക്ക് എടുത്തു പറയാം. ഓരോരുത്തർക്കും അവർ സെലക്റ്റീവായി ചിലർ പറയും, അവർ CPM-നെതിരെ പറയുന്നു, കോൺഗ്രസിനെതിരെ പറയുന്നു, BJP-ക്കെതിരെ. അത് ഓരോരുത്തർക്കും ഓരോ തോന്നും. അതിന് പ്രത്യേകിച്ച് എന്റെ ഉത്തരവാദിത്തമല്ലത്. നിങ്ങൾ ആദ്യം ഞങ്ങൾ വിളിക്കുന്നവരെ താങ്കൾ സഹാർത്ഥികൾക്കും സഹാക്കന്മാർക്കും വാദോരെ സംസാരിക്കാൻ സമയം കൊടുക്കുമല്ലോ. താങ്കൾ പറഞ്ഞോളൂ. എന്നോട് ഇങ്ങോട്ട് ചോദ്യം ചോദിച്ചപ്പോൾ മറുപടി പറയണ്ടേ ഞാൻ? ഇവിടെ സംസാരിച്ചതില് അജയ്കുമാർ എന്ന വ്യക്തി വളരെ പോയിന്റ് ഔട്ടായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും താങ്കൾ അതിന്റെ ഇടയ്ക്കാരി സംസാരിച്ചുകൊണ്ടെന്ന് സഹാത്തി സംസാരിച്ചപ്പോൾ സ്വാഭാവികമാണ്. ലിസൺ ടു മീ, ഞാൻ പറയട്ടെ, താങ്കൾ ഈ ഇടക്കേറി ഒരാൾ പറയാൻ വരുന്ന ഞാൻ ഇടയ്ക്കേ കയറുന്നില്ല. ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാതിരുന്നാൽ ഇടയ്ക്കേ കയറുന്നില്ല. എന്നോടുള്ള ചോദ്യങ്ങൾ ഏറ്റവും അവസാനം ചോദിച്ചാൽ മതി. പ്രദീപ് പറഞ്ഞു. അതെന്താ സഹാത്തി ചോദിച്ചപ്പോ താങ്കൾക്ക് ഒരു ചോദ്യം ഇല്ലായിരുന്നോ? അല്ല, പ്രദീപ് പറഞ്ഞോളൂ. ചോദിച്ചപ്പോ താങ്കൾക്ക് ഒന്നുമില്ലായിരുന്നു. പ്രദീപേ, താങ്കൾ പറഞ്ഞോളൂ. എന്നോട് ചോദ്യങ്ങൾ ഇടയ്ക്ക് ചോദിച്ചാൽ ഞാൻ മറുപടി പറയും. ചോദ്യങ്ങൾ ചോദിച്ചില്ല, അവസാനമാണ് ചോദിച്ചെങ്കിൽ അവസാനമേ മറുപടി പറയും. താങ്കൾ ചോദിച്ചില്ല. ഞാൻ ചോദിച്ചത് താങ്കൾക്ക് ഈ ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും എന്ത് പറഞ്ഞാലും താങ്കൾ ഹിന്ദുത്വം പറയും. ഞങ്ങൾ ഹിന്ദുക്കളൊക്കെ ചത്തകളാണോ? എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത്? ഹിന്ദുത്വവും ഹിന്ദുവും തമ്മിലൊന്നും ഒരു ബന്ധവുമില്ല. ഒരു നാടിന്റെ ഹിന്ദുത്വമായാലും ഇനി മറ്റേതെങ്കിലും ന്യൂനപക്ഷ വർഗീയതയായാലും മുസ്ലിം വർഗീയതയായാലും ക്രിസ്ത്യൻ വർഗീയതയായാലും അതൊന്നും ആ മതവുമായി യാതൊരു ബന്ധവുമില്ല. ഒരു മതത്തിനും വർഗീയത വളർത്തുന്നില്ല. വർഗീയവാദികൾ ആരും ആ മതക്കാരായി പോലും ഞങ്ങൾ കണക്കാക്കുന്നില്ല. വർഗീയവാദികൾ മനുഷ്യരായി പോലും കണക്കാക്കുന്നില്ല, ഏത് വർഗീയതയായാലും. അല്ല, സെൻട്രൽ ഗവൺമെന്റ് കുട്ടികൾക്ക് വേണ്ടി ഏകീകൃതമായി ഒരു പഠന സംവിധാനം കൊണ്ടുവരുമ്പോൾ അതിൽ പങ്ക് ചേരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ഈ സംസ്ഥാന സർക്കാരിന് നന്നായിട്ട് അറിയാം. ഇത് വായിച്ചു നോക്കിയിട്ടാണ് നേരെ കേന്ദ്ര കമ്മിറ്റിയോ അവരുടെ മെമ്പറോ എല്ലാവരും ചേർന്നിരുന്ന് വായിച്ചിട്ടാണ് CPM നേരെ അവിടെ പോയി ഒപ്പിട്ട് കൊടുത്തത്. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്ന് അനിയം ബാബയുടെ അടുത്ത് പറയുന്നു ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് അവര് പരസ്പരം തൊഴുത്തിൽ കുത്തി ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നതിന് ഹിന്ദുത്വമായിട്ട് എന്താണ് ബന്ധമെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് താങ്കളോട് ഞാൻ ചോദിച്ചത്. ഇനിയിപ്പം താങ്കളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഹിന്ദുക്കളൊക്കെ ഇന്ത്യ വിട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഓക്കെ, ഞാനിപ്പം നിലവിൽ പുറത്താണ്. ശ്രീ പ്രദീപ്, താങ്കൾക്ക് ഹിന്ദുക്കളുടെ കുത്തകാവകാശം ഒന്നും ആരും നൽകിയിട്ടില്ല. താങ്കൾ എന്റെ വാക്കുകളെ വളച്ചൊടിച്ചു. ഞാൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, വർഗീയവാദിയാണോ വർഗീയവാദികളെ എതിർക്കും. അതിന് യാതൊരു സംശയവുമില്ല. ഞാൻ അതാണ് പറഞ്ഞത്, വളരെ കൃത്യമായി പറഞ്ഞത്. വർഗീയവാദികളെ എതിർക്കും. വർഗീയ അജണ്ടയുമായി ഇങ്ങോട്ട് ചർച്ചയ്ക്ക് വന്നാൽ തിരിച്ചു മറുപടിയും പറയും. യാതൊരു സംശയവുമില്ല അതിൽ. താങ്കൾ അതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ ഇതിൽ കൊണ്ട് എന്നെ കെട്ടാൻ നോക്കിയാൽ നടക്കത്തുമില്ല. താങ്കളെ ഞാൻ മതത്തിന്റെ പേരിലൊന്നും കൊണ്ട് കെട്ടിയില്ല. താങ്കളുടെ ആശയം താങ്കൾ ഇതുവഴി പ്രചരിപ്പിക്കുന്നത് നിരന്തരം കാണുന്നത് കൊണ്ട് മാത്രം പറഞ്ഞതാണ്. അജയ്കുമാർ പറഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞു ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാനെന്ന്. എന്ത് ഹിന്ദുത്വ അജണ്ടയാണ് അതിലുള്ളത്? താങ്കൾ എനിക്ക് പറഞ്ഞു തരൂ പ്ലീസ്. ശ്രീ പ്രദീപ്, താങ്കളുടെ ഒരു കുഴപ്പം, താങ്കൾ മുഴുവൻ കേൾക്കില്ല. താങ്കൾ പറഞ്ഞ ചില ഭാഗങ്ങൾ മാത്രമേ കേൾക്കൂ. ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞത് NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അത് ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടിയുള്ള RSSന്റെ അജണ്ടയാണ് എന്നത് CPM-ന്റെയും CPI-യുടെയും ഔദ്യോഗികമായ നിലപാടാണ്. ആ രണ്ട് പാർട്ടിയുടെയും നിലപാടുകൾ അവരുടെ വെബ്സൈറ്റ് അടക്കം ഇപ്പോഴും ലഭ്യമാണ്. താങ്കൾക്ക് എടുത്ത് വായിക്കാം. ആ നിലപാട് ആ പാർട്ടികൾ ഭരിക്കുമ്പോൾ അവർക്ക് അതിനെ അനുകൂലിക്കാൻ കഴിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞ വാചകം. അതിൽ താങ്കൾക്ക് ഇത്ര കൊള്ളുന്നത് എന്താണ് എന്ന് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. CPM-ന്റെ CPI-യുടെയും കേന്ദ്ര കമ്മിറ്റി തീരുമാനിക്കുന്നത് ഞാനല്ല. ആ പാർട്ടിക്ക് സംവിധാനങ്ങളുണ്ട്. അവരുടെ നിലപാട് അവർ പുറത്തു പറയുമ്പോൾ ഞങ്ങൾ പറയും ഇത് ഇന്ന നിലപാടാണ് അവർ പറഞ്ഞിരിക്കുന്നതെന്ന്. ഓക്കെ മിസ്റ്റർ കിരൺ, ഇതൊന്നും വായിച്ചു നോക്കാതെയാണോ പിണറായി വിജയൻ ഇവിടെ നാനക്കൊമ്പും മറ്റേ ബെഞ്ചാമരവും കൊണ്ട് പിന്നെ മോദിയെ കാണാൻ പോയത്? അവിടെ മോദിയെ കാണാനൊക്കെ പോകുമ്പോൾ അങ്ങനെ പല രീതിയിലും പോകും. പ്രധാനമന്ത്രിയെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഉപഹാരം കൊടുക്കുക എന്നുള്ള സാമാന്യ മര്യാദയാണ്. അത് പിണറായി വിജയൻ ആ സാമാന്യ മര്യാദ ഉള്ളതുകൊണ്ടാണ് ചെയ്യുന്നത്. താങ്കളെ പോലുള്ളവർക്ക് സാമാന്യ മര്യാദ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഇത്തരം മണ്ടൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അല്ല, എഴുത്തും വായന അറിഞ്ഞുകൂടാതെയാണോ ഇവിടുന്ന് പോയത്? അപ്പൊ ഇതെല്ലാം വായന അറിഞ്ഞിട്ട് തന്നെയാണല്ലോ പോയത്. അപ്പൊ താങ്കൾ ആനക്കൊമ്പ് കൊടുക്കുന്ന കഥ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഉപഹാരങ്ങളെ കൊടുക്കുന്ന ഏത് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയൊക്കെ പരസ്പരം കാണുമ്പോൾ ഉപഹാരം കൊടുക്കും. ഏത് രാഷ്ട്രീയ ശത്രുതയിൽ നിന്നാലും പ്രധാനമന്ത്രി ഇവിടെ വന്നാൽ പോയി സ്വീകരിക്കും. അതൊക്കെ അന്തസ്സാണ്. അങ്ങനെയാണ് സ്വീകരിക്കുന്നത്. കൊള്ളാവുന്ന മനുഷ്യരൊക്കെ അങ്ങനെ അന്തസ്സോടുകൂടി പെരുമാറും. അതായത് ഈ തരത്തിലെ വർത്തമാനം പറയില്ല. നിങ്ങൾ ഇതൊന്നും വായിക്കാതെയാണോ അവിടെ പോയി ഒപ്പിട്ട് കൊടുത്താണ് എന്റെ ചോദ്യം. നോക്കൂ, നിങ്ങൾ എന്നോടല്ല ചോദിക്കേണ്ടത്, ഒപ്പിട്ടവരോടാണ്. ഞാനാണ് ഒപ്പിട്ടത്.
നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് കേരളത്തിലെ അടുത്ത് പഠിച്ചു വളരുന്ന കേരളത്തിലെ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോടാണെന്ന് മാത്രം ഓർക്കുക. നാളെ ആ കുട്ടികൾ നിങ്ങളോട് ചോദ്യം ചോദിച്ചിരിക്കും. താങ്ക്സ്. ശ്രീ പ്രദീപ്, കേരളത്തിലെ കുട്ടികൾക്കൊക്കെ അന്തസ്സായി പഠിക്കാനുള്ള സംവിധാനമൊക്കെ കേരളത്തിലെ വിവിധ സർക്കാരുകൾ കാലാകാലങ്ങളായി ഒരുക്കിയിട്ടുണ്ട്. പ്രദീപിന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അജണ്ട, വർഗീയ അജണ്ട ആരുടെയെങ്കിലും ഒക്കെ തലയിൽ കുത്തിവെക്കണം. അതിനുവേണ്ടി എന്തു പറഞ്ഞാലും അവസാനം കൊണ്ടുവന്ന് ആ വർഗീയ അജണ്ടയിൽ ഏത് വിഷയം എടുത്താലും പ്രദീപിൻ്റെ രീതി ഇതാണ്. ദയവ് ചെയ്ത് ഇനിയെങ്കിലും കാര്യങ്ങളെ പഠിക്കുകയും കുറെ കൂടി വിശാല മനസ്സോടുകൂടി കാര്യങ്ങളെ കാണാനും പഠിക്കൂ ശ്രീ പ്രദീപ്. അതേ എനിക്ക് പറയാനുള്ളൂ. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, CPM ഇന്നലെ വരെ ഒരു നിലപാടിലായിരുന്നു, ഞങ്ങൾ അങ്ങനെ വഴങ്ങില്ല, ഒപ്പിട്ട് പോയി, ഫണ്ടിന് വേണ്ടി അങ്ങനെ വാങ്ങേണ്ടി വന്നു എന്നുള്ളത്. പക്ഷേ CPI ഉറച്ച നിലപാട് സ്വീകരിച്ചു. ഒരു തരത്തിൽ പറഞ്ഞാൽ ധാർമ്മികമായും ഇടതുപക്ഷ നയത്തിലൂന്നിയുമുള്ള CPIയുടെ ഒരു നിലപാടിൻ്റെ കൂടി വിജയമല്ല ഇപ്പോൾ സർക്കാർ അതിൽ മാറ്റി ചിന്തിക്കാൻ തയ്യാറായത്? നമസ്കാരം. നമസ്കാരം. ഇപ്പം നടന്ന സംഭാഷണം ഞാനങ്ങ് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. എത്ര അനാവശ്യമായ കാര്യങ്ങളാണ് ആ വിളിച്ച ആൾ പറയുന്നത്. ഹിന്ദുത്വം എന്താണെന്നും ഹിന്ദു എന്താണെന്നും തിരിച്ചറിയാൻ കഴിയുന്ന ആൾക്കാരാണ് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും. അതുകൊണ്ടാണ് RSS ഏറ്റവും കൂടുതൽ യൂണിറ്റുകളുള്ള കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യൂണിറ്റ് അവർക്ക് ഇവിടെ ഉള്ളത്. എന്നിട്ടും കൂടെ അവർക്ക് കേരളത്തിന്റെ ഒരു ഭരണത്തിന്റെ അടുത്തുപോലും എത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാ? കാരണം കേരളീയര് ഹിന്ദു എന്താണെന്നും ഹിന്ദുത്വം എന്താണെന്നും നന്നായിട്ട് തിരിച്ചറിയുന്നത് കൊണ്ടാ. ഏറ്റവും കൂടുതൽ ആൾക്കാർ ശബരിമലയ്ക്ക് പോകുന്നത് CPM-കാരായിരിക്കും ഒരു പക്ഷെങ്കിൽ. അതുകൊണ്ട് ആ സഹോദരനത് മനസ്സിലാക്കണം. ഹിന്ദുവും ഹിന്ദുത്വവും തമ്മിലുള്ള വ്യത്യാസം കേരളീയർക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള വിദ്യാഭ്യാസം കൊണ്ടുവരുമെന്ന് പറയുന്ന ഈ സംഭവം പിന്നെ UP-യിലെ സ്കൂളില് ചപ്പാത്തിയും ഉപ്പും കൂടെ കഴിക്കാൻ പിള്ളേർക്ക് കൊടുത്തതൊക്കെ വീഡിയോയിലൊക്കെ വന്ന കാര്യമാണ്. നമ്മുടെ കേരളത്തിൽ ഈ വിഷയത്തിലേക്ക് വരൂ. മറ്റേതിന് അഭിപ്രായം പറഞ്ഞു എന്ന് കരുതുന്നു. ഈ വിഷയത്തിലേക്ക് വരൂ. ഒരു സെന്റൻസ് കൂടെ പറയട്ടെ. കേരളത്തിൽ കൊടുക്കുന്നത് ബിരിയാണിയാ. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഇനി ഇപ്പോഴത്തെ വിഷയത്തില് ചെയ്തത് ഒരു ചെറിയ ദ്രോഹമാണെന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. എന്തെന്നാല് കേരളം എന്ന് പറഞ്ഞാൽ കുറെ അധികം പൈസയ്ക്ക് ആവശ്യമുള്ള ഞെരുങ്ങുന്ന ഒരു സംസ്ഥാനമാണ്. അത് അക്കൂട്ടത്തിലാണ് നമ്മൾ 1500 കോടി രൂപ കേരളത്തിൽ കിട്ടാനുള്ള സാഹചര്യം ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരുന്നത്. CPI ചെയ്യേണ്ടിയിരുന്നത് ഇത് വാങ്ങിക്കുകയും ഈ പറഞ്ഞ എന്തെങ്കിലും അജണ്ട സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്രത്തിന്റെ അജണ്ട വിദ്യാഭ്യാസ സ്കൂളുകളിൽ സിലബസിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ എതിർക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. പൈസ എങ്ങനെയും നേടിയെടുക്കാൻ ശ്രമിക്കുകയും അതേസമയം ഈ പറയുന്ന സിലബസിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. അതിന് പകരം ഇതിനെ ഒന്നടങ്ക് എതിർത്തത് വഴി കൂടുതലും ജെറുക്കത്തിലേക്ക് സർക്കാരിനെ കൊണ്ടുപോകുന്ന ഒരു പരിപാടിയാണ് CPI ചെയ്തത്. പക്ഷെ CPM ചെയ്തത് എന്താന്ന് വെച്ചാല് ഈ മുന്നണി സംവിധാനം തുടർന്ന് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹം CPM-ന് കലശലായിട്ടുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി, മുന്നണി സംവിധാനമൊക്കെ തുടർന്നുകൊണ്ട് പോകാൻ താല്പര്യമുള്ളവർ ചെയ്യേണ്ടിയിരുന്നത് ആ മുന്നണിയിൽ ചർച്ച ചെയ്തിട്ട് വേണം ഇത്തരം നയപരമായ ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കാൻ. മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിട്ട് വേണം തീരുമാനമെടുക്കാൻ. അത് രണ്ടും ഉണ്ടായില്ല. CPM-ന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായത് കൊണ്ട് തന്നെയല്ലേ CPM ഇപ്പോൾ തിരുത്തേണ്ടി വന്നത്? ഈ ഒരു പോയിന്റ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ മറുപടി പറയുന്നില്ല. പക്ഷെ ഇപ്പൊ ചെയ്യേണ്ടിയിരുന്നത് ഒരു കോംപ്രമൈസിൽ എത്തിയിട്ട് പൈസ നേടിയെടുക്കാനുള്ള നടപടി സ്വീകരിക്കുകയും അതേസമയം ഈ സിലബസിൽ വരുന്ന മാറ്റങ്ങളെ എതിർക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. അതിന് പകരം ഇത് മൊത്തം ഇല്ലാതാക്കുന്ന ഒരു പരിപാടിയേക്ക് CPI പോയത് ശരിയായില്ല. പിന്നെ CPM കരുതിയത് ഇപ്പൊ തന്നെ CPI പോയി കഴിഞ്ഞാലും മന്ത്രിസഭ താഴെ പോകാനൊന്നും പോകുന്നില്ല. അതേസമയം സംഭവിക്കാൻ പോകുന്നത് CPI വഴിയായി പോകും. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് CPI ഒറ്റയ്ക്ക് മത്സരിക്കുകയും ബാക്കിയുള്ള ഇടതുപക്ഷ മുന്നണിയും മത്സരിക്കുകയും ചെയ്യുമ്പോൾ CPIക്ക് ഒരുപക്ഷെ ഒരു പഞ്ചായത്ത് മെമ്പറെ പോലും കിട്ടിയില്ല എന്ന് വരും. അത് പണ്ടുണ്ടായിട്ടുണ്ട്. 79-ല് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോ CPIക്ക് കേരളത്തിലൊട്ടാകെ 100 പഞ്ചായത്ത് മെമ്പർ. ശ്രീ കൃഷ്ണൻകുട്ടി, തിരിച്ചുമൊക്കെ അവർക്കും പറയാൻ ചരിത്രമുണ്ട്. അവരില്ലാതെ ഒറ്റയ്ക്ക് ജയിക്കാൻ CPM-ന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ചരിത്രം കൂടി കേരളത്തിലുണ്ട്. എന്തായാലും രണ്ട് പാർട്ടിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമാണ്. രണ്ട് പാർട്ടിയും ഒരുമിച്ച് നിൽക്കാതെ ആ രണ്ട് പാർട്ടികൾക്കും കേരളത്തിന്റെ ഭരണത്തിലേക്ക് എത്താൻ ഇതുവരെ ആ ഒരു പരിഗണന CPM കൊടുത്തിട്ടുണ്ട്. അല്ല, അത് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടാണ്. ഇപ്പോൾ മുന്നണി ചെറു പാർട്ടിയാലും തീരെ ദുർബലമായ പാർട്ടികൾക്ക് പോലും കൂടുതൽ സീറ്റ് കൊടുത്ത് മത്സരിപ്പിക്കുന്നതിനാണ്. അവർ കൂടി ചേർന്നാലേ ജയിക്കൂ എന്നുള്ളത് കൊണ്ടാണല്ലോ. അല്ലെങ്കിൽ ആരെയും വിശാല മനസ്കരായ ആശാൻ ആരെയും കൂടെ കൂട്ടുന്നൊന്നും അല്ലല്ലോ ആരും. അങ്ങനെയല്ല സംഭവിക്കുക. CPI ഒറ്റയ്ക്ക് മത്സരം CPI എന്നൊരു പാർട്ടി കേരളത്തിൽ ഇല്ലാതായി പോകും. അതാണ് സംഭവിക്കുക. മുന്നണി രാഷ്ട്രീയം അങ്ങനെയല്ല. മുന്നണി രാഷ്ട്രീയത്തിൽ ചെറിയ പാർട്ടികൾക്ക് സ്വയം ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവർക്ക് മറ്റുള്ളവരെ തോൽപ്പിക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ടാണല്ലോ അവർക്ക് ഈ വലിയ സീറ്റ് 10-23 സീറ്റ് കൊടുത്ത് CPIയെ മത്സരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ശേഷിയുണ്ട് എന്ന് CPM-ന് ബോധ്യപ്പെട്ടിട്ട് കൂടിയാണല്ലോ. മുന്നണി രാഷ്ട്രീയം അങ്ങനെ പോയാൽ പോരാന്നുള്ള നല്ല ബോധം CPM-നുള്ളത് കൊണ്ടാണ് CPM ഇപ്പൊ ചെയ്തിരിക്കുന്നത് എന്താണോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ശക്തമായും അതേ സമയത്ത് നിങ്ങൾ ചാനലുകാർ ചെയ്തിട്ട് കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാല്